നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. IPLൻ്റെ ആവേശം ഒഴിഞ്ഞു. ഇനിയിപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൻ്റെ വലിയ വേദിയിലേക്കാണ് നമ്മളുടെ കായിക ലോകത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അതിനൊപ്പം ടാക്ട്രിക്സും സഞ്ചരിക്കുകയാണ്. സ്വാഗതം ടാക്ട്രിക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക്. അമേരിക്ക വീണ്ടും ഒരു ലോകകപ്പിൻ്റെ വേദിയാകാൻ പോകുന്നു. അവിടെ കൂടുതൽ ടീമുകൾ കളിക്കാൻ പോകുന്നു എന്നതാണ് ഈ ലോകകപ്പിൻ്റെ പ്രത്യേകത. സാധാരണഗതിയിൽ 32 ടീമുകൾ മത്സരിക്കുന്നൊരിടത്തേക്ക് 16 ടീമുകൾ അധികമായി വരുന്നു എന്നതാണ് ഈ ലോകകപ്പിനെ ഏഹ്, വേറിട്ട തലത്തിലേക്ക് ഉയർത്തുന്നത്. കൂടുതൽ മത്സരങ്ങൾ നടക്കാൻ പോകുന്നു. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ, അതായത് ഗ്രൂപ്പുകൾ സാധാരണഗതിയിൽ നിന്ന് ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. 12 ഗ്രൂപ്പുകളായി 48 ടീമുകൾ മത്സരിക്കുന്നു. നമ്മൾ ആ ഗ്രൂപ്പിലെ സാധ്യതകൾ, അപ്പം ആ ടീമുകളെക്കുറിച്ചൊക്കെയാണ് ഒന്ന് പരിശോധിക്കാൻ പോകുന്നത്. എനിക്കൊപ്പം ലോകകപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റുകളാണ് ചേരുന്നത്. ഒന്ന് ഫൈസൽ ഹംസയും മറ്റൊന്ന് ജയേഷ് പൂക്കുട്ടരും. രണ്ടുപേരും സ്വാഗതം. രണ്ടുപേരും ഖത്തറിലെ ആ ലോകകപ്പിൻ്റെ ആ ആവേശത്തിൽ നിന്ന് മാറിയിട്ടുണ്ടാവില്ല ഈ നിമിഷത്തിൽ പോലും. മറ്റൊരു ലോകകപ്പ് 4 വർഷം എന്ത് പെട്ടെന്നാണ് കടന്നുപോയതല്ലേ. ജയേഷേ, ഈ സാധ്യതകൾ ഖത്തറിലേക്ക് പോകുമ്പോൾ ഖത്തറിനെ പറ്റിയിട്ടുള്ള സാധ്യതകൾ കൂടുതൽ ചർച്ച ചെയ്തു. നമുക്ക് ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കാൻ തോന്നുന്നു. നമുക്ക് ആദ്യം ഗ്രൂപ്പ് എയിലേക്ക് തന്നെ പോകാം. ഗ്രൂപ്പ് സിയിൽ വമ്പന്മാരുണ്ട് എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഓർഡറിൽ പോകാമെന്ന് തോന്നുന്നു. ഗ്രൂപ്പ് എയിലേക്ക് വരുമ്പോൾ ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ അവിടെ ഉണ്ട്. പിന്നെ വരുന്നത് ആ, ദക്ഷിണാഫ്രിക്ക വരുന്നുണ്ട്. ആ, സൗത്ത് കൊറിയ വരുന്നുണ്ട്. ചെക്ക് റിപ്പബ്ലിക് വരുന്നുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 ഭൂഖണ്ഡങ്ങൾ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 4 ടീമുകൾ വരുന്നു. ഭൂഖണ്ഡങ്ങളുടെ ഒരു പോരാട്ടമായി കൂടി മാറുകയാണ്. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ നേരിടും, ആതിഥേയരായ മെക്സിക്കോ നേരിടും. നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് പോവുകയാണെങ്കിൽ സാധ്യത കൽപ്പിക്കുന്നത് ആർക്കാണ്? സ്വാഭാവികമായിട്ടും മെക്സിക്കോയ്ക്ക് അവിടെ ഒരു ക്ലിയർ എഡ്ജുണ്ട് മറ്റു ടീമുകളെ. പക്ഷേ അട്ടിമറിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ചെക്ക് റിപ്പബ്ലിക്കും സൗത്ത് കൊറിയയും? ആദ്യം തന്നെ ഒരു ലോകകപ്പിൽ 4 വർഷമായി ആ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്തിട്ട് എന്നുള്ളത് ഫൈസലിന് എനിക്കൊക്കെ ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് 4 വർഷം കഴിഞ്ഞൊരു ലോകകപ്പ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ട് എന്നുള്ളത് അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോഴും വളരെ അടുത്ത് കഴിഞ്ഞ പോലത്തെ ഒരു ഫീലാണ് ഇപ്പോഴുള്ളത്. 4 വർഷം കഴിഞ്ഞായിട്ട് ഓർക്കുന്നില്ല. പ്ലേയേഴ്സ് മാറി, ശൈലികൾ മാറി, രീതികൾ മാറി. 32 ടീമായിരുന്നു, ഇപ്പോൾ 48 ഇവിടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. മാത്രമല്ല, നമ്മൾ സാധാരണ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുട്ബോൾ നേരെ പ്രീ ക്വാർട്ടറിലേക്കായിരുന്നു. ഇത് റൗണ്ട് 32 എന്ന് പറഞ്ഞൊരു പുതിയ റൗണ്ട് വരുന്നു. അത് എത്രത്തോളം ആവേശമാവും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തെ എത്രത്തോളം വിരസത ഉണ്ടാക്കുന്നൊക്കെയുള്ള സാധനമുണ്ട്. കാരണം ആദ്യത്തെ 2 സ്ഥാനക്കാരെ കയറുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂഡ് വേറെ തന്നെയാണ്. ഇത് 8 മികച്ച 3-ാം സ്ഥാനക്കാർക്ക് കയറാൻ പറ്റും. അതായത് 12 ഗ്രൂപ്പിൽ 8 ഗ്രൂപ്പുകളിലെ മികച്ച 3-ാം സ്ഥാനക്കാർക്ക് കയറാൻ പറ്റും. അപ്പോൾ ഒരു 2 തോൽവി തോറ്റ് കഴിഞ്ഞാലും ഒരു വിജയം കൊണ്ടൊക്കെ ടീമുകൾക്ക്, അല്ലെങ്കിൽ ചില ടീമുകൾ ചിലപ്പോൾ 2 സമനില കൊണ്ടൊക്കെ ചിലപ്പം കയറാൻ പറ്റുന്ന ടീമുകളും ഉണ്ടായേക്കാം. അപ്പോൾ അതൊരു പിരിമുറുക്കം ഒരു പക്ഷെ കുറക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ വേറൊരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ മത്സരത്തിൻ്റെ ഒരു ആവേശം കുറക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ ഡിഫെൻസീവ് ഗെയിമുകൾ കോച്ചസ് പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടെ ഈസി ആയിട്ട് കളിക്കാൻ അവർക്ക് കിട്ടും എന്നുള്ളതും, കൂടുതൽ ഗോളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, കൂടുതൽ അറ്റാക്കിംഗ് ഗെയിം കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ കുഞ്ഞൻ ടീമുകൾ ഇത് പറയുന്ന പോലെ ബസ് പാർക്കിംഗ് മോഡലിലേക്ക് വന്നാൽ അത് വീണ്ടും ഇതാവും. എങ്കിൽ പോലും കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള ഫുട്ബോൾ കാണാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോകകപ്പിൻ്റെ ഘടനാപരമായിട്ട് വലിയ വെല്ലുവിളി ഫിഫ നേരിട്ടിരുന്നു. അതായത് ഈ 48 ടീമുകളെ എങ്ങനെ ഏത് തലത്തിൽ കളിപ്പിച്ചാൽ മത്സരങ്ങളുടെ എണ്ണം സ്വാഭാവികമായിട്ട് കൂടുകയാണ്. അതൊരു വിരസത തന്നെ ഉണ്ടാക്കും. ഇപ്പം 9 ദിവസത്തോളം കളി അധികമായിട്ട് വരുന്നുണ്ട് നമ്മുടെ നോർമൽ ഷെഡ്യൂളിനെ അപേക്ഷിച്ച്. അപ്പോൾ അവർ ആദ്യത്തെ ഒരു കാര്യം, പല ആലോചനകൾ വന്നൊരു ഘട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ 3 ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു 2 ടീമുകളെ കടത്തിവിടുക, അങ്ങനെ ഒരു അളവോളം മത്സരങ്ങൾ കുറയ്ക്കാൻ പറ്റുമെന്നായിരുന്നു കണക്ക് കൂട്ടിയത്. പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഒരു ടീമിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി മറ്റ് 2 ടീമുകൾ കളിക്കാൻ കഴിയും. പെനാൽറ്റി ഷൂട്ടൗട്ട് പോലും അവർ ആലോചിച്ചിരുന്നു. അതായത് ഗ്രൂപ്പിലെ ജയം നിർണായകമാണല്ലോ. ആദ്യ ഘട്ടത്തിൽ സമനില വന്നു കഴിഞ്ഞാൽ എന്തായാലും 2 പേരെ വരണം. അപ്പോഴും ഒരു ടീമിനെ പുറത്താക്കാൻ, അറിഞ്ഞു കളിക്കാൻ മറ്റ് 2 ടീമുകൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കും. അത് ഈ ഗെയിമിൻ്റെ ഒരു സ്പിരിറ്റ് കളയുമെന്നുള്ളത് കൊണ്ടാണ് എങ്ങനെ വന്നാലും ഈ 4 ടീമുകളിലേക്ക് 2 നോർമൽ ഗതിയിൽ 2 ടീമുകൾ പ്രോഗ്രസ് ചെയ്യുകയും പിന്നീട് ഒരു 8 ടീമുകളുടെ ബെസ്റ്റ് ഓഫ് 3 എന്നുള്ള ഘട്ടത്തിലേക്ക് വരികയും ചെയ്തതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ സമയവും എല്ലാം ഇപ്പോൾ നമുക്ക് കൂടി പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഘട്ടത്തിലേക്ക് കിടക്കാൻ തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പ് നമുക്ക് പീക്ക് ടൈമായിരുന്നു, നമ്മൾ മലയാളികൾക്ക് പീക്ക് ടൈം. മാത്രമല്ല എല്ലാ സ്റ്റേഡിയത്തിലും ഏകദേശം ഒരു കാൽഭാഗത്തോളം മലയാളികൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് അനുഭവിച്ചായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നമുക്ക് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകകപ്പ് കൂടിയായിരുന്നു കടന്നുപോയത്. കുറെ കൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈമുകളായിരുന്നു എല്ലാ മത്സരങ്ങളും. പക്ഷേ ഈ ലോകകപ്പിലേക്ക് നോക്കൂ, ഇവിടെ രാത്രി 10:30 മത്സരമുണ്ട്, 12:30 ഉണ്ട്, പുലർച്ചെ 3:30 ഉണ്ട്, രാവിലെ 6:30 ഉണ്ട്, 7:00 മത്സരങ്ങളുണ്ട്. പല സമയങ്ങളായി, അതായത് 12 ടൈം സോണിൽ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, അപ്പോൾ
3 രാജ്യങ്ങളെന്നല്ല 3 ഭൂഖണ്ഡങ്ങൾ എന്ന് പറയേണ്ടി വരും. അല്ല, അതിന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഖത്തർ പോലൊരു ലോകകപ്പ് ഇനി എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സൗദി വേൾഡ് കപ്പ് പോലും അത്രത്തോളം കോമ്പാക്റ്റ് ആയിരിക്കില്ല. അതെ, അതെ. ഒരൊറ്റ നഗരം എന്ന് പറയാം, ഒരു നഗരത്തിലാണ് ഖത്തറിലെ എല്ലാ സ്റ്റേഡിയങ്ങളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ആകെയുള്ളത് അൽഖോർല സ്റ്റേഡിയം മാത്രം, അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്ക് മാത്രമാണ് നമുക്ക് കുറച്ചധികം യാത്ര ചെയ്യേണ്ടി വന്നത്. എങ്കിൽ പോലും അതൊരു നഗരമായിട്ട് തന്നെ, ഖത്തർ ഒരു നഗരമായിട്ട് തന്നെ നമുക്ക് ഒരു ദിവസം 2 മത്സരം കാണാൻ പറ്റുന്ന സാഹചര്യം ഖത്തറിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കോമ്പാക്ട് വേൾഡ് കപ്പ് ഇനി ഒരു പക്ഷേ ഉണ്ടാവില്ല. അത് ലോക ചരിത്രത്തിലെ അപൂർവമായ ഒരു ലോകകപ്പായിട്ട് തന്നെ നമ്മൾ ഖത്തറിനെ വിലയിരുത്തേണ്ടി വരും. റൈറ്റ്. പിന്നെ നമുക്ക് ഗ്രൂപ്പിലേക്ക് വന്നാൽ തന്നെ അല്ല, അതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി, ഈ ആവേശം കുറയുന്നു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും മറ്റൊക്കെ നടക്കുന്നുണ്ട്. ഫ്ലക്സ് യുദ്ധങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെയൊന്നുമില്ല. കഴിഞ്ഞ നമുക്കറിയാം പുല്ലാവർപ്പുഴയിലെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാസം മുന്നേ അടിയും ഇതൊക്കെ തുടങ്ങിയതാണ്. ഗ്രൂപ്പുകളിൽ, നമ്മുടെ നാട്ടുകളിലെ ഗ്രൂപ്പുകളിലൊന്നും അത്ര കണ്ട് ഒരു ഫാൻ ഫൈറ്റ് മോഡൊന്നും ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചത് ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അർജൻറ്റീനയുടെ വിജയം അതൊരു വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടൊരു തണുപ്പ് ഉണ്ടാവുമല്ലോ, നേടി എന്നുള്ളൊരു വിചാരമുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആവേശം വളർത്തിയിട്ടുള്ളത് ആരാണ്? അർജൻറ്റീനയും മറുഭാഗത്ത് ബ്രസീലും. ബ്രസീലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തുടക്കം വരെ അവർ ആദ്യ മത്സരം അർജൻറ്റീന തോക്കുമ്പോൾ പോലും കളിയാക്കിയിരുന്നു. 5 കിരീടങ്ങളുടെ കഥ പറഞ്ഞ് മേനി നടിച്ചവരാണ് ബ്രസീലുകാർ. പക്ഷേ അവരുടെയൊക്കെ കണക്ക് കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അർജൻറ്റീന വീണ്ടും ജയിക്കുകയും നമ്മൾ പലകുറി കണ്ടിട്ടുള്ള ട്രോളുകൾ, അതായത് അർജൻറ്റീന അവസാനമായിട്ട് ജയിച്ചപ്പോൾ കളർ TV വന്നു എന്ന തരത്തിലുള്ള താരതമ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അപ്രസക്തമാവുകയാണ്. അപ്പോൾ ആ ചർച്ച അവിടെ അവസാനിക്കുന്നു. അവർക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്വപ്ന സാക്ഷാത്കാരം വന്നതിൻ്റെ ഒരു അവസ്ഥ. മറുഭാഗത്ത് എന്ത് പറഞ്ഞാണ് ഇത്തവണ ബ്രസീലുകാർ വെല്ലുവിളിക്കുക എന്നുള്ളത് ചോദിച്ചാൽ തിരിച്ചടി വാങ്ങിച്ചു കെട്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അവരും അടങ്ങിയിരുന്നത്. ഈ തവണ എനിക്ക് ഓർമ്മയുണ്ട്, ഏറ്റവും വലിയ ഫ്ലെക്സ് ആദ്യം വെക്കുന്നത് പാലക്കാട്ട്, എൻ്റെ ഓർമ്മയിൽ കോങ്ങാട് അർജന്റീന ഫാൻസാണ്. അതിനുശേഷമാണ് ബ്രസീലുകാർ പോലും, അല്ലേ, ധൈര്യത്തോടു കൂടി എന്നാ കൗണ്ടർ ചെയ്ത് കളയാം എന്ന് പറഞ്ഞിട്ടാണ് റോഡിന്റെ മറുഭാഗത്തേക്ക് അവരും. അപ്പൊ നാട്ടിലുള്ള ഫ്ലെക്സുകളൊക്കെ എങ്ങനെ, ഞങ്ങളോട് മുട്ടാൻ ആരുണ്ടടാ, 2ാമത്തെ ദിവസം തന്നെ നമ്മുടെ നാട്ടില് ഞങ്ങൾ ഉണ്ടടാന്ന് പറഞ്ഞിട്ട് അടുത്ത ടീം വയ്ക്കുന്നു. അല്ല, അതോട് ചേർത്ത് വായിക്കണ്ടേ, സമീപകാലത്ത് എനിക്ക് തോന്നുന്നത് 1994 ശേഷം ടൈറ്റിൽ ഫേവറിറ്റുകളല്ലാതെ ബ്രസീൽ വരുന്ന ആദ്യത്തെ ലോകകപ്പാണ്. സാധാരണഗതിയിൽ വൺ ഓഫ് ദ ടൈറ്റിൽ ഫേവറേറ്റ് ആണ് ബ്രസീൽ. ഇത്തവണ ഒരു പക്ഷേ ബ്രസീലിന്റെ അഡ്വാൻറ്റേജും അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രീതിയിൽ അവർക്ക് കളിക്കാം. ഈവൻ ബ്രസീലുകാർ പോലും ഇത്തവണ ഒരു ലോകകപ്പ് അടിക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. ഈവൻ കസമേറോ പറഞ്ഞ പോലെ എല്ലാവരും അതിനാണ് വരുന്നത്. പക്ഷേ അവർ ഇത്തവണ എന്തായാലും ടൈറ്റിൽ ഫേവറേറ്റിൻ്റെ കൂട്ടത്തിലില്ല. ഒരു ആദ്യത്തെ 4 ടീം കഴിഞ്ഞാൽ ബ്രസീലിനെ എല്ലാവരും എണ്ണുന്നുള്ളൂ, കടുത്ത ആരാധകർ പോലും എണ്ണുന്നുള്ളൂ. അർജന്റീനയെ അത് അവകാശപ്പെടുന്നില്ല ഇത്തവണ. അർജന്റീനയെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കംപ്ലീറ്റ് ആയി. അവർക്ക് മെസ്സിക്ക് ഒരു കിരീടം വേണമായിരുന്നു. മെസ്സി കിരീടം കിട്ടിയോടുകൂടി പൂർണ്ണമായി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. ഇത്തവണ ക്വാർട്ടർ വരെ എത്തിയാലും മതി എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്ന ഒരു സാധനം. വിന്നിങ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഡിമേരിയുടെ ടീമിൽ ലിസ്റ്റിൽ പോലും അർജന്റീന ഇല്ല. അതെ. ഇനി കൂടുതൽ വലിയ ആവേശത്തോടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന തവണ പോർച്ചുഗൽ ഫാൻസാണ് കുറച്ചധികം ആവേശത്തോടെ നിൽക്കുന്നത്. അവർ ക്രിസ്ത്യാനോ ഇത്തവണ ഒരു കിരീടം നേടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിന് തക്ക ക്വാളിറ്റിയുള്ള ടീമും, പ്രത്യേകിച്ച് മിഡ്ഫീൽഡ് ഏറ്റവും ബെസ്റ്റ് ടീമുള്ള ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നും കൂടിയാണ് പോർച്ചുഗൽ. അപ്പോൾ പോർച്ചുഗൽ കുറെ കൂടി പോർച്ചുഗൽ ഫാൻസ് കുറച്ചുകൂടി. പക്ഷേ പഴയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൈസ ഓർമ്മ ഉണ്ടാവും, 1000 മെസ്സി കരക്കാക്ക സാധനം ഭയങ്കര ട്രെൻഡിങ് സാധനമായിരുന്നു അത്. അത്തരത്തിലുള്ള ഒരു ഫാൻ ഫൈറ്റില്ല. അതിനുള്ള മറ്റൊരു കാരണം എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ തവണ നമ്മുടെ മുറ്റത്തായിരുന്നു ലോകകപ്പ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ ഒരു കല്യാണം കഴിഞ്ഞ വീടിലുണ്ടാവുന്ന ഒരു നിശബ്ദതയുണ്ടല്ലോ, അത് ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ വരും. ഇപ്പോൾ തന്നെ കൂടുതൽ ഫ്ലക്സുകൾ വരും, ആവേശം. പിന്നെ നമ്മുടെ ഒരു ഇലക്ഷൻ, ഇവിടുത്തെ ഇലക്ഷൻ, കേരളത്തിലെ ഒരു ഫുട്ബോൾ ആരാധകരെ അതൊക്കെ മാധ്യമങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ സെറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ കഴിഞ്ഞ തവണ പുള്ളാർപ്പുഴയിൽ വെച്ചപ്പോൾ കുളമാവ് ഡാമിൽ വെച്ചിട്ടുണ്ട് ഒരു ഘട്ടമുണ്ട്. ഗ്രൂപ്പുകളിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിലെ മത്സരം എന്ന് പറയുമ്പോൾ മെക്സിക്കോ സ്വാഭാവികമായിട്ടും 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ രാജ്യം എന്നുള്ള നേട്ടത്തിലേക്കാണ് അവർ വരുന്നത്. അവരുടെ കോച്ച്, അവരുടെ സ്റ്റൈല് നമുക്കറിയാം. അതായത് പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ കിട്ടുന്ന അവസരങ്ങളിൽ ആക്രമിച്ച് കളിക്കുക, പന്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അതിന് തക്ക ഫോർമേഷനുമായിട്ടാണ് അവർ വരുന്നത്. അവർക്കൊരു പിടി നല്ല താരങ്ങൾ, പുതിയ താരങ്ങളടക്കം അവരുടെ ലിസ്റ്റിൽ വരുന്നുണ്ട്. സൗത്ത് കൊറിയയെ സംബന്ധിച്ച് ഏഷ്യൻ കരുത്തർ 11ാം തവണ ലോകകപ്പ് കളിക്കാൻ വരികയാണ് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത.
മൂന്നാമത് വരുന്ന ചെക്ക് റിപ്പബ്ലിക് 20 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് കളിക്കാൻ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ചെക്ക് റിപ്പബ്ലിക്കിന് നമ്മൾ എഴുതി തള്ളാൻ കഴിയില്ല. അത്രമാത്രം ഫുട്ബോൾ പാരമ്പര്യമുള്ള ഒരു മേഖലയാണ്, ഒരു രാജ്യമാണ് അവരെന്നുള്ളത്. സൗത്ത് ആഫ്രിക്ക സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിലെ കുഞ്ഞന്മാരെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, വിലയിരുത്താമെങ്കിൽ പോലും അവരുടേതായ ദിനത്തിൽ ഒറ്റ ഗോളിൻ്റെ കേസല്ലേ ഉള്ളൂ. അവർ കറുത്ത കുതിരകളായി മാറിയേക്കാം ഏതെങ്കിലും ഒരു മത്സരത്തിൽ. അപ്പോൾ ഈ 4 ടീമുകളിൽ നിന്ന് ആര് മുന്നോട്ട് പോകും, ആർക്കാണ് എഡ്ജ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമായിട്ട്. മെക്സിക്കോ, സൗത്ത് കൊറിയ, ചെക്ക് റിപ്പബ്ലിക്, സൗത്ത് ആഫ്രിക്ക. മെക്സിക്കോയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഒന്ന്, ഈ ഗ്രൂപ്പിലെ 4 ടീമിനും 4 സ്റ്റൈലിൽ കളിക്കുന്ന, മറ്റേ ഏറെക്കുറെ ഒരേ സ്റ്റൈലിൽ കളിക്കുന്ന ടീമുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ 4 ടീമും 4 സ്റ്റൈലാണ്. ഭൂഖണ്ഡമാണ്. മെക്സിക്കോ കുറെ കൂടി നമുക്കറിയാം, ഒരു ലാറ്റിൻ ശൈലി നന്നായിട്ട് കളിക്കുന്ന, കുറിവാസുകളുമായിട്ട് കളിക്കുന്ന, ഡിഫൻസ് സ്ട്രോങ് ആക്കി വെച്ച് കളിക്കുന്ന ഒരു ടീമാണ്. 4-3-3 ഫോർമേഷനിലാണ് അവർ കളിക്കാൻ പോകുന്നത്. അപ്പോൾ 86-ൽ അവർ ക്വാർട്ടറിലെത്തിയാണ് അവരുടെ ഏറ്റവും വലിയ നേട്ടം. അതിനുശേഷം അവർ പിന്നീട് അവർക്ക് കാര്യമായ ഒരു നേട്ടമൊന്നും ലോകകപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഏറ്റവും വലിയൊരു ലോകകപ്പിലെ ഇപ്പോൾ ഒരു 90 കിഡ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിലെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിക് സാധനങ്ങളിലൊന്ന് മെക്സിക്കോയിലുണ്ട്. അത് ഗില്ലർമോ ഒച്ചാവയാണ്. ലോകകപ്പ് വരുമ്പോൾ മാത്രം നമ്മൾ കാണുന്ന, അല്ലാത്ത സമയത്ത് ഇപ്പോൾ ചില പ്ലേയേഴ്സൊക്കെ ലോകകപ്പ് സമയത്ത് ഭയങ്കര ഫോമായി പിന്നീട് ക്ലബ്ബിൽ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒച്ചാവോ നമുക്ക് വേൾഡ് കപ്പ് സമയത്ത് മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ. എവിടെന്നെങ്കിലൊക്കെ അങ്ങ് പൊട്ടി വിടരും. അദ്ദേഹം 4 മാരക സേവൊക്കെ ചെയ്യും. ഭയങ്കര സ്റ്റൈലാണല്ലോ, നല്ല മുടിയൊക്കെ ആയിട്ട് ആ ബാൻഡൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് കളിക്കുന്ന അങ്ങനെ ഒരു ഒച്ചാവോ തൻ്റെ 6ാമത്തെ ലോകകപ്പിന്, മെസ്സിക്കും ക്രിസ്ത്യാനോയ്ക്കും ഒപ്പം തന്നെ 6ാമത്തെ ലോകകപ്പിന് വരാൻ പോകുന്നു. 40 വയസ്സായ അദ്ദേഹത്തിന്. അപ്പോൾ അതൊരു നൊസ്റ്റാൾജിക് മൊമെന്റ് തന്നെയായിരിക്കും. അതൊരു ധൈര്യം കൂടിയായിരിക്കും ഒച്ചാവോ ഉള്ളതെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ അവർക്ക് അറ്റാക്കിംഗ് ആണ് കുറെ കൂടി. 2 ജിമിനസുമാർ ചേരുന്ന, ഫുള്ളാമിൻ്റെയും എസി മിലാൻ്റെയും താരങ്ങളാണ്. നന്നായി സ്പീഡ് ഫുട്ബോൾ കളിക്കുന്ന താരങ്ങളാണ്. 35 വയസ്സായിട്ടുണ്ട്. അതെ. അദ്ദേഹം വേൾഡ് കപ്പ് ഫൈനലിലടക്കം ഗോൾ കളിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള അറ്റാക്കേഴ്സ് ഉണ്ട് മെക്സിക്കോയ്ക്ക്. അപ്പോൾ മെക്സിക്കോ അത്യാവശ്യം നല്ല ഒരു ഫൈറ്റ് കൊടുക്കും എന്നുള്ളത് തന്നെ. അത് മാത്രമല്ല, ഈ അറ്റാക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ മോണ്ടസ് വാസ്കസിൻ്റെ സെൻറ്റർ ബാക്കുകളായിട്ടുള്ള അവർ നിൽക്കുന്ന ഉറച്ച പ്രതിരോധം കൂടി നമ്മൾ കണക്കാക്കേണ്ടത്. അതായത് ഈ ഹാവിയർ അഗിർ എന്ന് പറയുന്ന കോച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 4-3-3 ശൈലി, അവർ സാഹചര്യത്തിനനുസരിച്ച് 4-3-2-1 എങ്ങനെ വേണമെങ്കിലും മാറാൻ കഴിയുന്ന ഫോർമേഷനാണ് ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് കൗണ്ടർ ഭംഗിയുള്ള കളിയല്ല മെക്സിക്കോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അവർക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന കളിയാണ് കൗണ്ടർ അറ്റാക്കിങ്ങൾ. അതായത് പന്ത് പിടിച്ചെടുക്കുക, എതിരാളുടെ കാലിൽ പന്ത് പോയാൽ അത് പിടിച്ചെടുക്കുക, കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. അല്ല, മെക്സിക്കോയുടെ ഡിഫൻസും നമുക്കറിയാം വിങ്ങിലൂടെ നന്നായി അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ടീം കൂടിയാണ്. പക്ഷേ ഞാൻ ഇത്തവണ കാണുന്നത് അവരുടെ ഗ്രൗണ്ടിലെ ഒരു ടീമിനേക്കാൾ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മെക്സിക്കൻ വേവ് എന്നുള്ളത്. അവരുടെ നാട്ടിൽ ഒരു ലോകകപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു തീവ്രത കൂടുമെന്ന് ഉറപ്പാണ്. അതായത് ഒരു 12ാമൻ അവിടെ എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പാണ്. അവർ സ്വാഭാവികമായിട്ടും സ്വന്തം നാട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട പോലെ റൗൾ ജിമിനസിനെ പോലുള്ള ഒരു പ്ലെയറൊക്കെ ഉണ്ടാവുക, നല്ല വേഗക്കാരനാണ്. അതിനനുസരിച്ച് ഗാലറിയുടെ ഒരു ഓളം കൂടി ഉണ്ടാകുമ്പോൾ ആ ടീം പ്രവചനാതീതമാണ്. പക്ഷേ എനിക്ക് ആ ഗ്രൂപ്പിൽ മെക്സിക്കോയേക്കാൾ ഒരു പക്ഷേ മെക്സിക്കോയെ സമനിലയിൽ തളച്ചുകൊണ്ട് ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടത്തിന് പോരാട്ടം നടക്കാൻ പോകുന്നത് കൊറിയയാണ്. സൗത്ത് കൊറിയയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഏഷ്യൻ ടീം എന്നതിനപ്പുറത്തേക്ക് യൂറോപ്യൻ പ്ലേയേഴ്സ് ഒരുപാടുള്ള, അത് ലോക ഫുട്ബോളിലെ തന്നെ എണ്ണം പറഞ്ഞ താരങ്ങളുള്ള, ഇപ്പോൾ സണ്ണിനെ പോലെ ഒരു താരം അവരുടെ മുൻനിരയിൽ വലിയ ഗുണം ചെയ്യും അവർക്ക്. അതെ. അപ്പം അതേപോലെ ലിക്കാങ്ങിനെ പോലെ ഉള്ള PSG-യുടെ താരം, അതേപോലെ കിമിൻജെ ബയേണിൻ്റെ ഉറച്ച പ്രതിരോധ കോട്ടയാണ്. നമ്മൾ ഒരു പക്ഷേ ബയേൺ മ്യൂണിക്ക് ജർമ്മനിയിൽ പെർഫോം ചെയ്യുന്നതിൽ നിർണായകമായ ഒരു താരമാണ്. അപ്പോൾ അങ്ങനെയുള്ള എണ്ണം പറഞ്ഞ ലോക ഫുട്ബോളിലെ താരങ്ങളുമായിട്ടാണ് കൊറിയ വരുന്നത്. അപ്പോൾ കൊറിയ അത്ഭുതം കാണിക്കും. എനിക്ക് എന്തായാലും അവസാന 32-ൽ അവരെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടത്തിനുള്ള പോരാട്ടത്തിൽ വരെ അവരുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെക്കാവുമെന്നാണ് മീൻസ് നമുക്ക് പറയാലോ. ചെക്ക് റിപ്പബ്ലിക് ആവും ആ ഗ്രൂപ്പിൽ ചാമ്പ്യൻസ് ആവുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ നിരീക്ഷണം. ചെക്ക്, ഒപ്പം തന്നെ 2ാം സ്ഥാനത്ത് മെക്സിക്കോ, മികച്ച 3ാം സ്ഥാനക്കാരിലൊന്നായി കൊറിയയും വരാനുള്ള സാധ്യതയാണ്. ചെക്ക് അവർ 20 വർഷത്തിന് ശേഷമാണ് കളിക്കുന്നത്. ജർമ്മൻ ലോകകപ്പിൽ 2006 ജർമ്മൻ ലോകകപ്പിലാണ് അവർ അവസാനമായിട്ട് കളിച്ചത്. പിന്നീട് ലോകകപ്പ് കളിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തവണ ഗംഭീരമായിട്ടാണ് അവർ യൂറോപ്യൻ യോഗ്യത റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. മാത്രമല്ല ടിപ്പിക്കൽ യൂറോപ്യൻ സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമാണ്. യൂറോപ്യന്മാർ വരെ ഈ ടിക്കിറ്റാക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങളിലേക്ക്, കൊറിയ പാസുകളിലേക്ക് കടക്കുമ്പോൾ അവർ ആ ലോങ് പാസ് നീട്ടിയടിച്ച്, ബോക്സ് നീട്ടിയടിച്ച് അപ്പുറത്തെ കോർട്ടിലേക്ക് എത്തിച്ച് കളിക്കുന്ന രീതിയിൽ തന്നെയാണ്. മാത്രമല്ല അവർ ഏറ്റവും ഗംഭീരമാക്കി സെറ്റ് പീസുകൾ അതിഗംഭീരമായി കളിക്കുന്ന ടീമുകളിലൊന്നാണ് ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇപ്പോൾ യോഗ്യതാ റൗണ്ടിൽ 10 ഗോളുകൾ അവർ സെറ്റ് പീസിൽ നിന്ന് മാത്രം നേടിയിട്ടുണ്ട്. ഇപ്പോൾ
പാട്രിക് ഷിക്കിനെ പോലെയുള്ള സെറ്റ് പീസ് അത്രയും ഗംഭീരമായിട്ട് മുതലാക്കുന്ന ഒരു പ്ലെയർ കൂടി അവർക്കുള്ളത്. സെറ്റ് പീസുകൾ വലിയ രീതിയിൽ എക്കാലത്തും ഗുണം ചെയ്യും ചെക്കിന്. മെക്സിക്കോയുടെ ഒരു ഗുണമാണെന്ന് തോന്നുന്നു. പ്രതിരോധ കുറച്ച് താരങ്ങളുടെ ഹെഡറുകൾ പ്രശസ്തമാണ്. അവിടെ കൊറിയയ്ക്ക് ബുദ്ധിമുട്ടാവാൻ പോകുന്നു അതാണ്. ഇപ്പോൾ താരതമ്യേന ഹൈറ്റ് കുറഞ്ഞ താരങ്ങളാണ്, കുറഞ്ഞ. അവർ വേഗത കൊണ്ട് പിടിച്ചു വെക്കും. പക്ഷേ സെറ്റ് പീസുകൾ വരുമ്പോൾ ചെക്കിന് മുമ്പിലൊക്കെ പിടിച്ചേക്കുക എന്ന് പറയുന്നത് വലിയ തിരിച്ചടിയായിരിക്കും അവർക്ക്. അല്ല, ഞാൻ ഈ കൊറിയയെ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ഏഷ്യൻ കപ്പ് കൊറിയയുടെ എല്ലാ മത്സരങ്ങളും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ദൗർഭാഗ്യകരമായിട്ടാണ് അവർ തോറ്റുപോയത്. പക്ഷേ ആ ടൂർണമെൻറ്റിൽ അവർക്ക് ഒരുപാട് വീഴ്ചകളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ വരുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു മത്സരം കൊറിയയിൽ പ്രതീക്ഷയുണ്ട് എന്തായാലും. തീർച്ചയായിട്ടും എഡ്സൺ അൽവാരസ്, സെസാർ മോണ്ടസ് ഞാൻ നോക്കുകയായിരുന്നു. അവരുടെ ഉയരമുള്ള കളിക്കാർ 1.87 മീറ്ററൊക്കെയാണ് അവരുടെ ഉയരമായിട്ട് കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ട് സെറ്റ് പീസുകൾ അവരെ സംബന്ധിച്ച് ഹെഡർ ഗോളുകൾ പാട്രിക് ഷിക്കൊക്കെ കിട്ടില്ല പ്ലെയറാ. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം അവർക്കുണ്ട്. മറ്റൊന്ന്, ഞാൻ ഈ പറഞ്ഞ കുറേ പേരുകൾ നമ്മൾ പറഞ്ഞല്ലോ, പക്ഷേ അവിടെ ഒരു യുവതാരം മെക്സിക്കോ വജ്രായുധമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഗിൽബർട്ടോ മോറ എന്ന് പറയുന്ന ഒരു 17 വയസ്സ്, 18 ആവുന്നില്ല അദ്ദേഹത്തിന്. ഈ ലോകകപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് അദ്ദേഹം. വിങ്ങറായി പോലും അദ്ദേഹത്തെ ഉപയോഗിക്കാം, അറ്റാക്കിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ ഗോൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഗിംനസിന് ഗോളടിക്കാൻ പാകത്തിന് പന്ത് നൽകിയ താരമാണ്. ആ ലോകകപ്പിൽ അദ്ദേഹം ഗോൾഡ് കപ്പിൽ ഗോളടിക്കുന്നുമുണ്ട്. മാത്രവുമല്ല പെഡ്രിയെ പോലെ അവരുമായിട്ട് താരതമ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആ 18-കാരൻ എന്ന് പറഞ്ഞാൽ. ആദ്യ മത്സരത്തെ കളിക്കുകയാണെങ്കിൽ 96, ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടാകുന്ന ഒരു റെക്കോർഡാണ് അദ്ദേഹം തകർക്കാൻ പോകുന്നത്. ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന്. അദ്ദേഹത്തിന് 18 വയസ്സും 88 ദിവസവും മാനുവൽ റോസസിൻ്റെ പേരിലുള്ള ഒരു റെക്കോർഡാണ് അദ്ദേഹം തകർക്കാൻ പോകുന്നത്. ഇപ്പോൾ വയസ്സ് 17 വയസ്സും 240 ദിവസവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു താരം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. യൗവനത്തിൻ്റേതായിട്ടുള്ള ഒരു ഘടകം കൂടി അവിടെ ഉണ്ട്. അതായത് ഗിൽബർട്ടോ മോറയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഈ ഒച്ചാവോ അദ്ദേഹത്തിൻ്റെ ആദ്യ ലോകകപ്പ് കളിക്കുന്ന സമയത്ത് ഗിൽബർട്ടോ ജനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ്, അത്രയും അതിൻ്റെ ഒരു ബ്ലെൻഡാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ മെക്സിക്കോയെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ അവർ ക്വാർട്ടറിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് മെക്സിക്കോ എല്ലാ സമയത്തുള്ള പ്രശ്നം ക്രൂഷ്യൽ മാച്ച് വരുമ്പോൾ അവരാകെ ഷാറ്റേഡായി പോകുന്ന ഡിഫൻസ് ഉൾപ്പെടെ, അവരെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഡിഫൻസാണ്, അതുൾപ്പെടെ വലിയ രീതിയിൽ ഷാറ്റേഡായി പോകുന്നു എന്നുള്ളത് മെക്സിക്കോയ്ക്ക് എല്ലാ കാലത്തും എല്ലാ ലോകകപ്പിലും കോപ്പ അമേരിക്കയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് നാട്ടിലാണ് മത്സരം നടക്കുന്നത് എന്നുള്ളൊരു ആനുകൂല്യം കൂടി അവർക്കുണ്ടാവും. ഹിസ്റ്റോറിക്കായ സ്റ്റേഡിയങ്ങളും ഇതൊക്കെയുള്ളതാണ്. ആസ്റ്റക് സ്റ്റേഡിയം, മറഡോണയൊക്കെ ചിത്രം എഴുതിയ ഹിസ്റ്റോറിക്കായ സ്റ്റേഡിയം, ദൈവത്തിന്റെ ഗോൾ പിറന്ന ആ സ്റ്റേഡിയം. ശരിയായിട്ടും അസ്റ്റേക്ക സ്റ്റേഡിയം എപ്പോഴും എല്ലാ കാലത്തും നേരത്തെ ഫൈസൽ പറഞ്ഞ മെക്സിക്കൻ വേവിന്റെ ഒറിജിൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ ഇപ്പൊ ചുരുക്കി പറയാൻ ദക്ഷിണാഫ്രിക്ക കൂടി നമുക്ക് പറയാം. കാരണം ദക്ഷിണാഫ്രിക്കയെ പറയേണ്ടിയിരിക്കുന്നു. ശരിയാ, സ്വാഭാവികമായിട്ടും ബേൺലിയുടെ ലൈൽ ഫോസ്റ്റർ ഉണ്ട് അവർക്ക്, നല്ല സ്ട്രൈക്കറാണ് അദ്ദേഹം. മാത്രമല്ല കുറെ കൂടി ഫിസിക്കൽ ഗെയിം കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന ടീമാണ് അവർ. അതായത് 2010 കണ്ട ഒരു ദക്ഷിണാഫ്രിക്കയെ അല്ല ഇത്തവണ നമുക്ക് ചുരുക്കി പറയാം അല്ലേ. ആ സമയത്ത് അവർ സ്വാഭാവികമായിട്ടും ആതിഥേയർ എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രം യോഗ്യത കളിച്ച ടീമാണ്. വേൾഡ് കപ്പ് പിന്നീട് 3 വേൾഡ് കപ്പിന് ശേഷം അവർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് അവർ വരുന്നത്. സ്വാഭാവികമായിട്ടും കുറെ കൂടി നല്ല രീതിയിലുള്ള ഒരു ഗെയിം പ്ലാനും പരിപാടികളൊക്കെ ആയിട്ടും വരാൻ പോകുന്നത്. ഒരു തരത്തിലുള്ള ചെറിയ അട്ടിമറികൾക്കെങ്കിലും കെൽപ്പുള്ള ടീം കൂടിയാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ദക്ഷിണാഫ്രിക്കക്കെതിരെ എങ്ങനെ കളിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും മറ്റു ടീമുകളുടെ സ്ഥാനം നിർണ്ണയിക്കാന്ന്. കാരണം ഗോൾ ശരാശരി നിർണായകമാകുന്ന ഒരു ഘട്ടം ഉണ്ടാകും. ഇപ്പോൾ 3-ാം സ്ഥാനക്കാർക്ക് കൂടി അവസരമുള്ളതിനാൽ തന്നെ ഈ ചെറിയ താരതമ്യേന കുഞ്ഞൻ ടീമുകളെ കിട്ടുമ്പോൾ മാക്സിമം അറ്റാക്ക് ചെയ്യുക, അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ലോകകപ്പിൻ്റെ സൗന്ദര്യം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത. ഈ കുഞ്ഞൻ ടീമുകളെ കിട്ടുമ്പോൾ മാക്സിമം അറ്റാക്ക് ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യാൻ പ്രമുഖ ടീമുകൾ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, ഓരോ ഗോളും നിർണായകമാവുകയാണ്. അതുകൊണ്ട് എ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ കയറുന്നതാണ് ഫൈസൽ പറഞ്ഞത്? ഞാൻ സൗത്ത് കൊറിയ, മെക്സിക്കോ ആണ്. ചെക്ക് റിപ്പബ്ലിക് ഒരു പക്ഷേ വീഴും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ചെക്കിനെ ഒരു കറുത്ത കുതിരയായിട്ട് കാണാമെന്ന് പറയുമ്പോൾ പോലും അവരെന്താണ് നടത്താൻ പോകുന്നത് നമുക്കൊരു പിക്ചറില്ല. മെക്സിക്കോയെ പറ്റി വേണമെങ്കിൽ നമുക്ക് പറയാം, സൗത്ത് കൊറിയയെ പറ്റിയും പറയാം. പക്ഷേ സൗത്ത് കൊറിയയ്ക്കും ചെക്കിനും ഞാനൊരു തുല്യ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായി ആതിഥേയർ എന്ന നിലയിൽ ഗാലറി 12-ാമനായി കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ മെക്സിക്കോ ഉറപ്പായിട്ടും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോകകപ്പിലെ എ ഗ്രൂപ്പിലെ 4 ടീമുകളെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന ഗ്രൂപ്പ് ബിയിലെ 4 ടീമുകളെയാണ്. അവിടെ സ്വിറ്റ്സർലൻഡ് ഒന്നാമതുണ്ട്, കാനഡ മറ്റൊരു ആതിഥേയരായിട്ടുള്ള കാനഡ ഗ്രൂപ്പ് ബിയിൽ കളിക്കുന്നുണ്ട്. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയാണ് മറ്റൊരു ടീം. അവർ മറ്റൊരു സ്വിറ്റ്സർലൻഡും കാനഡയ്ക്കൊക്കെ കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ടീം. പക്ഷേ
ഗ്രൂപ്പ് ബിയെ നമ്മൾ മലയാളി പ്രേക്ഷകർ വലിയ കൗതുകത്തോടെ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ഖത്തർ അവിടെ കളിക്കുന്നു. ആ ഖത്തർ ടീമിൽ ഒരു മലയാളിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവേശം. അതുകൊണ്ട് ഖത്തർ എവിടെ വരെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പ് ബിയെ സംബന്ധിച്ചുള്ള ആകാംക്ഷ. ഫൈസൽ, ഫൈസൽ തഹസീന്റെ മാച്ചൊക്കെ റിപ്പോർട്ട് ചെയ്ത ആൾ കൂടിയാണ്. തഹസിൻ്റെ വളർച്ച ഓരോ ഘട്ടത്തിലും കണ്ട, ഖത്തറിൽ നിന്ന് നേരിട്ട് കണ്ട ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് തഹസിനെ കുറിച്ച് കൂടി പറയാനുണ്ടാകും, ഒപ്പം ഖത്തർ ഫുട്ബോളിനെ കുറിച്ചും. ഖത്തർ ഫുട്ബോൾ നമുക്കറിയാം, ലോകകപ്പിന് ഖത്തർ ഒരുങ്ങുന്ന സമയത്താണ് ഞാൻ അവിടെ പോകുന്നത്. ഖത്തർ ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കുന്നത്. അപ്പോൾ ആസ്പെയർ അക്കാദമിയാണ് ഖത്തറിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫുട്ബോൾ ടാലൻറ്റിൻ്റെ എല്ലാം അടിസ്ഥാനം. ആ അക്കാദമിയിലൂടെയാണ് അവരുടെ ഇന്നുള്ള പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം വളർന്നു വന്നതെന്നുള്ളതാണ്. ഇപ്പോൾ അക്രം അഫീഫ് ആണെങ്കിലും ഹസൻ അൽ ഐദൂസ് ആണെങ്കിലും അൽമുയസ് അലി ആണെങ്കിലും ഒക്കെ വന്നത് ആ ഒരു അക്കാദമിയിലൂടെയാണ്. ആ അക്കാദമിയുടെ ഒരു പുതിയ സംഭാവനയാണ് മലയാളി താരം തഹസിൻ എന്നുള്ളതാണ്. തഹസിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ തഹസിനെ കുറിച്ച് വായിച്ചാണ്. ഈ ഡെഡിക്കേഷൻ എന്നുള്ളതാണ്. തഹസിൻ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷനാണ്. അവൻ ഫുട്ബോളിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ്. അതാണ് അവൻ്റെ സക്സസ്സും. മാത്രമല്ല, തഹസിനെ വ്യത്യസ്തനാക്കുന്നത് നമ്മൾ മലയാളികൾക്ക് ഇല്ല എന്ന് നമ്മളെ ഇവിടുത്തെ ഫുട്ബോൾ വിദഗ്ധരും അല്ലെങ്കിൽ അധികാരികളും എല്ലാം എന്താണോ പറയുന്നത്, അതാണ് തഹസിൻ്റേത്. വേഗതയാണ് തഹസിൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്നാണ്. അപ്പോൾ കുട്ടീഞ്ഞോ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച്, തഹസിനെക്കുറിച്ച് അവൻ ക്ലബ്ബ് ഫുട്ബോളിൽ കളിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എംബാപ്പെ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്, വേഗത കാരണം. അത് നമ്മൾ തഹസിൻ്റെ ഗോളൊക്കെ യൂട്യൂബിലൊക്കെ എടുത്ത് കാണുമ്പോൾ, അതിപ്പോൾ അമീർ കപ്പിൽ അദ്ദേഹം അടിച്ച ഗോള് ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ മൂവ് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ ആ 19 വയസ്സേ ഉള്ളൂ പ്രായം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഖത്തർ ഒരു പക്ഷേ അവരുടെ ആ ഓപ്പണിംഗ് മാച്ചിൽ തന്നെ കളിപ്പിക്കാൻ സാധ്യതയുള്ള താരമാണ് 19കാരൻ എന്നുള്ളതാണ്. അപ്പോൾ മലയാളികളെല്ലാം ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. 14-നാണ് ഖത്തറിൻ്റെ ആദ്യ മത്സരം. അതും ഏറ്റവും ശക്തരായ സ്വിറ്റ്സർലാൻഡിനാണ്. സ്വിറ്റ്സർലാൻഡ് നമുക്കറിയാം അവരുടെ പ്രതിരോധം കൊണ്ട് പേര് കേട്ട ഒരു ടീമാണ്. സ്വിസ് പൂട്ട് പൊളിക്കാൻ സ്വാഭാവികമായിട്ടും തഹസിനെ ഉപയോഗിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞു വരുമ്പോൾ തഹസിൻ്റെ ഉപ്പ ജംഷീദിന് കൂടി, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്ലെയറാണ്. 23-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു പരിക്ക് പറ്റി. അദ്ദേഹത്തിൻ്റെ പൊലിഞ്ഞ സ്വപ്നങ്ങൾ അദ്ദേഹം പറയും മകൻ്റെ തന്നെ ഒരു നേട്ടമാണെന്ന്. എങ്കിൽ പോലും ഞാൻ പലതവണ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഇത്തവണ ടീം തിരഞ്ഞെടുത്തപ്പോഴും അദ്ദേഹം മെസ്സേജ് അയച്ചിരുന്നു. അപ്പം ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം മാത്രമല്ല, ഖത്തർ ടീമിനൊപ്പം നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള വേറെയും മലയാളികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ US-ലുണ്ട്. അപ്പോൾ അവരൊക്കെ ഭയങ്കര പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയായിരുന്നു, അങ്ങനെ ഒരു മലയാളി കൂടി കളിക്കുക എന്നുള്ളത്. അപ്പോൾ തഹസിൻ കളിക്കും എന്നുള്ളത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന ചരിത്രം കുറിച്ച് തഹസിൻ ഗോൾ നേടാനും, കാരണം നല്ല ഒന്നാം തരം സ്കോററാണ് തഹസിൻ. അദ്ദേഹം അത് ഖത്തർ സ്റ്റാർസ് ലീഗിലെല്ലാം തെളിയിച്ചതുമാണ്. അപ്പോൾ ഖത്തറിൻ്റെ മുന്നോട്ടുള്ള, ഖത്തർ ഒരുപാട് മുന്നേറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അക്രം അഫീഫിനെ പോലുള്ള ഒരു പ്ലെയറും അതോടൊപ്പം തഹസിനെ പോലുള്ള ഒരു പ്ലെയറും കൂടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഹസൻ അൽ ഐദോസിനെ പോലുള്ള ഒരു വെറ്ററൻ താരമുണ്ട്, അല്ലെങ്കിൽ അക്രം അഫീഫിനെ പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോളേഴ്സിലൊരാളാണ് അക്രം അഫീഫ്. നമ്മളെ ഏഷ്യ കപ്പുകളിലെല്ലാം അത് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് പാഠം. ഒപ്പം തഹസിൻ കൂടെ ചേരുമ്പോൾ ഒരു നല്ലൊരു ബ്ലെൻഡാണ് ഖത്തർ ടീം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ലോകകപ്പിൽ അവർക്ക് പറ്റിയതെന്ന് വെച്ചാൽ, അവർ ഒരു പക്ഷേ അത്രയും ആരാധകർ അവരെല്ലാം കാത്തിരുന്നൊരു മത്സരം, അവർ ആതിഥേയരെന്നുള്ള ഒരു സമ്മർദ്ദത്തിൽ അവർ പെട്ടുപോയി എന്നുള്ളതാണ്. അതിനുശേഷം നടന്ന ഏഷ്യ കപ്പിൽ അവർ നന്നായി പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അമേരിക്കയിൽ നന്നായി ഖത്തർ പെർഫോം ചെയ്യും. ഒരു പക്ഷേ ഗ്രൂപ്പിലെ 3-ാം സ്ഥാനക്കാരായിട്ടാണെങ്കിൽ പോലും, ആ ഗ്രൂപ്പ് കുറച്ച് കടുത്ത ഗ്രൂപ്പാണ് എങ്കിൽ പോലും അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, എ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സ്റ്റൈലിൽ കളിക്കുന്ന ടീമാണ്. ഇത് ഏറെക്കുറെ ഒരേ സ്റ്റൈലിൽ കളിക്കുന്നതാണ് 4 ടീമുകളും. വേഗമേറിയ ഫുട്ബോളാണ് 4 ടീമിൻ്റെ. ഇപ്പോൾ ഖത്തർ ഏഷ്യൻ രാജ്യമാണെങ്കിൽ കൂടിയിട്ട് കുറെ കൂടി യൂറോപ്യൻ ഫുട്ബോൾ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗെയിം സ്റ്റൈലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരേ സ്റ്റൈലിൽ കളിക്കുന്ന 4 ടീമുകളുടെ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ഭയങ്കര രസമായിരിക്കും ആ ഗ്രൂപ്പ്. അതിൽ നിന്ന് കയറുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. എന്നാലും സ്വിറ്റ്സർലൻഡ് ആയിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിന്, പ്രത്യേകിച്ച് റിൻസാക്കെ പോലെയുള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബ്രീലംബോളയുണ്ട് അവിടെ. അദ്ദേഹം 5 ഗോളുകൾ യോഗ്യത റൗണ്ടിൽ മാത്രം നേടിയിട്ടുണ്ട്. പക്ഷേ പ്രമുഖരായിട്ടുള്ള താരങ്ങളുടെ അഭാവം അവർക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ ഷക്കീൽ? ഇല്ല, അവർക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ബ്രീലംബോളോ അദ്ദേഹം യോഗ്യത റൗണ്ടിൽ 5 ഗോൾ അടിച്ചിട്ടുണ്ട്. അക്കാഞ്ചിയെ പോലുള്ള ഒരു ഡിഫൻഡർ, ഡിഫൻസീവ് മിഡിൽ ഇദ്ദേഹം കളിക്കുമ്പോൾ, സാക്ക് കളിക്കുമ്പോൾ അത് വലിയ രീതിയിൽ അദ്ദേഹത്തിനെ പൊളിച്ചു പോകുക എന്ന് പറയുന്നത് വൻ ടാസ്ക്കാണ്.
ഈ സ്വിറ്റ്സർലൻഡിനെ പറ്റി പറയുമ്പോഴേ അവർ വൻ കരുത്തർമാരെ വലിയ ടൂർണമെന്റിൽ അട്ടിമറിച്ചിട്ടുള്ള ടീമാണ്. 2010 സ്പെയിൻകാരെ വേദനിച്ച ഒരു ലോകകപ്പ്. പിന്നെ യൂറോ കപ്പിലേക്ക് വരുമ്പോൾ ഫ്രാൻസിനെ, ചാമ്പ്യന്മാരായിട്ടുള്ള ഫ്രാൻസിനെ അട്ടിമറിച്ചിട്ടുണ്ട്, ഇറ്റലിയെ അട്ടിമറിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് സമ്മർദ്ദങ്ങളില്ല. അവർ 12ാമത്തെ ലോകകപ്പ് കളിക്കുന്നത്. അപ്പോൾ വളരെ കൂളായിട്ട് ഈ വലിയ വേദിയിൽ വളരെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഗെയിം എല്ലാ ലോകകപ്പിലും കളിക്കുന്ന ഒരു ടീമാണ് സ്വിറ്റ്സർലൻഡ്. ഇത്തവണ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. അതിൽ കുറഞ്ഞതൊന്നും അവരെ സംതൃപ്തരാക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ബോസ്നിയായിരിക്കും കുറച്ചും കൂടി അതിനൊരു ഒരു ഫൈറ്റ് അവർക്ക് കൊടുക്കാൻ സാധ്യതയുള്ളത്. കാനഡ ആദ്യത്തെ ആനുകൂല്യം ഉണ്ടെങ്കിലും കാനഡയ്ക്ക് വലിയ മുൻതൂക്കം ഉണ്ടാകാൻ സാധ്യതയില്ല നിലവിൽ. അപ്പം ആ 3ാം സ്ഥാനത്തിന് വേണ്ടിയായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കാനഡയും ഖത്തറും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ വരും എന്നുള്ളതാണ്. 2ാം സ്ഥാനക്കാർ 2ാം സ്ഥാനം ബോസ്നിയോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു മത്സരം ആ ഗ്രൂപ്പിൽ നിർണായകമാകും. സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിലുള്ള മത്സരം അത് തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരു പക്ഷേ ഈ മത്സരങ്ങൾ കളിച്ചുള്ള പരിചയ സമ്പത്ത് കൊണ്ട് സ്വിറ്റ്സർലാൻഡിന് മുൻതൂക്കം ഉണ്ടെങ്കിലും ബോസ്നിയെ നമ്മൾ ഒരിക്കലും പ്ലേ ഓഫിൽ ഇറ്റലിയെ തോൽപ്പിച്ചാണ് വരുന്നത്. ഏറ്റവും സമ്മർദ്ദമേറിയ മത്സരങ്ങളിലൊന്നും ഇറ്റലി 3ാം തവണയും മിസ്സാകുമോ. ആ ഇറ്റലിയെ തോൽപ്പിച്ച്, ഇറ്റലി എല്ലാം മറന്ന് കളിച്ചൊരു ഗെയിമായിരുന്നു അത്. ആ ഇറ്റലിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ബോസ്നിയ വരുന്നത്. മാത്രമല്ല എഡിൻസൊക്കെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു താരത്തിന്റെ സാന്നിധ്യമൊക്കെ അവർക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും. 40 വയസ്സായി അദ്ദേഹം ഇപ്പോഴും ഷാൽക്കയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ സെക്കോയുടെ ഒക്കെ സാന്നിധ്യം അവർക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഏറെക്കുറെ സ്വിറ്റ്സർലൻഡും ഇവരും ഒരേ ഗെയിമിലാണ് വരാൻ പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന മീൻസ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ സ്വിറ്റ്സർലൻഡ് ചാമ്പ്യൻസ് ആവും. അതായത് ഒറ്റ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചന പ്രകാരം 85% സാധ്യത കൽപ്പിക്കുന്നത് ഷാക്കയുടെ സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുമെന്ന് തന്നെയാണ്. 79% സാധ്യത പക്ഷേ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ കാനഡയ്ക്കാണ് കൽപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജോനാഥൻ ഡേവിഡ് ഉണ്ട്. അപ്പോൾ പ്ലേയേഴ്സ് അവിടെ അവർക്കുണ്ട്. ഇപ്പുറത്ത് ഖത്തറിനെ നമ്മൾ മിസ് ചെയ്തൊരു പേര് അവരുടെ പരിശീലകനാണ് ലൊപ്റ്റഗൈ. അദ്ദേഹം സ്പെയിനെ 3 വർഷം പരിശീലിപ്പിച്ചാണ്, റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ചാണ്. വലിയ അഡ്രസ്സുള്ളൊരു കോച്ചാണ് അദ്ദേഹം. എന്തൊക്കെയാണ് ഇപ്പോൾ 2024 കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഏഷ്യ കപ്പിലെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ടീം തപ്പിത്തടഞ്ഞിരിക്കുന്ന സമയത്താണ് ഹുലൻഡോ പെറ്റിക്കിനെ ടീം ഏൽപ്പിക്കുന്നത്. പിന്നീട് അതിനുശേഷമാണ് വീണ്ടും ടീം പ്രതാപകാലത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഖത്തർ ലോകകപ്പിന് കളിക്കാനാവില്ലേ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു, തുടർച്ചയായി UAE-ക്കെതിരെയൊക്കെ തോൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ സമയത്ത്. പക്ഷേ അദ്ദേഹത്തിന് കീഴിൽ ടീം നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യം തന്നെ ഹസൻ ഐദോസിനെ പോലുള്ള വെറ്ററൻ താരത്തെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ഒരു ബ്ലെൻഡാക്കി ടീമിനെ മിക്സ് ചെയ്തു. കോച്ചിന്റെ പദ്ധതിയിൽ നമ്മുടെ മലയാളി താരം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രതീക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഫസ്റ്റ് ലെവലിൽ കളിച്ചില്ല എങ്കിൽ പോലും സബ്ബായിട്ട് അവനെ കളിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം നമ്മളൊരു മലയാളി താരം എന്നുള്ള രീതിയിൽ തെസിനെ കാണേ വേണ്ട. അദ്ദേഹം ഖത്തറിൻ്റെ അവരുടെ പ്രൈം ലിസ്റ്റിലുള്ള പ്ലേയേഴ്സിൽ ഒരാളാണ്. ഒരു പക്ഷേ ഇപ്പം 28-അംഗ ടീം കഴിഞ്ഞ് 26-ലേക്ക് വരുമോ എന്നുള്ള ആശങ്കകളൊക്കെ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും അത്തരമൊരു ചിന്ത തെസിൻ്റെ കാര്യത്തിൽ ഖത്തർ ഫുട്ബോൾ QFAക്ക് ഇല്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച കോച്ചിനും ലോപ്പറ്റേക്കോ QFAക്കോ തെസിൻ അവരുടെ ടീമിൽ ഉറപ്പായിട്ടുമുള്ളൊരു പ്ലെയറാണ്. അതിൽ യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. 19 വയസ്സേ ഉള്ളൂ. അത് 19 ഇപ്പോഴല്ല അവരുടെ ശ്രദ്ധയിൽ വരുന്നത്. 17-ാം വയസ്സിൽ അവൻ +2 പഠിക്കുന്ന സമയത്ത് മുതൽ തന്നെ അവൻ കൃത്യമായി ഖത്തറിൻ്റെ ഓരോ ജൂനിയർ ടീമിലും ഈ തെസിനുണ്ട്. അങ്ങനെ തന്നെ കൃത്യമായ സ്റ്റേജിലൂടെ കടന്നു വന്നതാണ്. ഏറ്റവും ഒടുവിൽ അണ്ടർ-23-ലും കളിച്ചതിന് ശേഷമാണ് ആ പ്രായം നോക്കണം, 19-ാം വയസ്സിലാണ് ആ അഡ്വാൻസ് ചെയ്ത് കളിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നത് സ്വിറ്റ്സർലാൻഡിനെതിരെ തന്നെ തെസിൻ ബുട്ടുകെട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജയ്ഷ നമുക്ക് സമപ്പ് ഇങ്ങനെ ചെയ്യാം അല്ലേ? ഗ്രൂപ്പ് ബിയെ സംബന്ധിച്ച് പറയുകയാണ് സ്വിറ്റ്സർലൻഡ് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കും. രണ്ടാമത്തെ പോരാട്ടം എന്ന് പറയുന്നത് ബോസ്നിയ വരാൻ സാധ്യത. ഒരു പക്ഷേ കാനഡക്കുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നു. പക്ഷേ എങ്കിലും മൂന്നാമത്തെ സ്ഥാനക്കാരായിട്ട് മൂന്നാമതെത്തുന്ന ഏറ്റവും മികച്ച 8 ടീമുകളൊന്നായിട്ട് ഖത്തർ വരാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? ഖത്തർ എനിക്ക് തോന്നുന്നു ആ ഗ്രൂപ്പിൽ 4ാം സ്ഥാനക്കാരാവാനാണ്. നേരത്തെ വരണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, പരിചയം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 3ാം സ്ഥാനത്ത് കാനഡ വരാനാണ് ഒരു സാധ്യതയുള്ളത്. കാനഡ വേഴ്സസ് ഖത്തർ മാച്ചിന്റെ റിസൾട്ട് ആയിരിക്കും അതിലെ 3ാം സ്ഥാനക്കാരെ നിർണ്ണയിക്കാൻ പോകുന്നത്. കാനഡയ്ക്ക് സ്വന്തം നാട്ടിൽ നടക്കുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മേ ബി ഖത്തറിന് ഫൈറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാൻ ചെയ്താൽ ഇത്തവണത്തെ ഇതിൻ്റെ ഒരു സാധ്യത ഇതാണ്. ഒരു പ്ലാൻ ചെയ്ത് ഗെയിം കൃത്യമായ ടാക്ടിക്സോട് കൂടെ സമീപിക്കുകയാണെങ്കിൽ 3ാം സ്ഥാനത്തിന് വേണ്ടി അവർക്ക് 3ാം സ്ഥാനം, ഞങ്ങൾക്ക് 3ാം സ്ഥാനം വേണമെന്ന് വിചാരിച്ച് കളിച്ചാൽ, അതിനനുസരിച്ച് ഡിഫൻസ് സെറ്റ് ചെയ്ത് കളിച്ചാൽ
അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഒന്നല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കാരണം 2002 മിഗലിനെ പോലുള്ള ഒക്കെയുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. ശരിയാണ്. അപ്പോൾ മെക്സിക്കോയും USA പോയിന്റ് പട്ടിക പിന്നിലാക്കി ഒന്നാം സ്ഥാനക്കാരായി 2022 ലോകകപ്പിലേക്ക് വന്നിട്ടുള്ള ടീമാണ് കാനഡ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമെന്ന നിലയിൽ അവരെന്ത് കാണിക്കുന്നു എന്നുകൂടി നിർണായകമാണ്. നമുക്കിനി ഗ്രൂപ്പ് ബിയിലെ ഒരു ചിത്രം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ഗ്രൂപ്പ് സിയിലേക്കാണ് യാത്ര. അവിടെ കാത്തിരിക്കുന്നത് ബ്രസീലാണ്. വലിയ ആവേശത്തോടു കൂടി ബ്രസീൽ ആരാധകർ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ അർജന്റീന ലോക കിരീടം ഉയർത്തിയ സാഹചര്യത്തിൽ ഇത്തവണ ബ്രസീലിന് എന്തെങ്കിലുമൊക്കെ തെളിയിച്ചേ കഴിയൂ. അത് അവർക്ക് ഒരു ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനൽ പോലും കൊണ്ടല്ലാതെ മടങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ആരാധകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഒരേ സമയമുള്ള പ്രതീക്ഷയും ഒരു സമയമുള്ള ആശങ്കകളും എന്ന് പറയേണ്ടിയിരിക്കുന്നു. നെയ്മർ ജൂനിയർ അദ്ദേഹം തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്ക് വീണ്ടും വില്ലനാകുന്ന സാഹചര്യം. നമ്മൾ ടീമുകളെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ വെല്ലുവിളി ബ്രസീലിന് വരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും മറുഭാഗത്ത് കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളായ മൊറോക്കോ അവിടെ ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. സ്കോട്ട്ലൻഡ് ഉണ്ട്. ഒപ്പം ആ ഗ്രൂപ്പിലെ ഒരു ചെറിയ സാധ്യത, ചെറിയ ടീമെന്ന നിലയിൽ ഒരുപക്ഷെ വലിയ വെല്ലുവിളി നേടാൻ കഴിയാത്ത തരത്തിലുള്ള നമ്മൾ എല്ലാവരും എഴുതി തള്ളാവുന്ന ഒരു ടീമെന്ന് പറയുന്നത് ഹെയ്ത്തിയാണ്. പക്ഷേ ഹെയ്ത്തിയുടേതായ ദിനത്തിൽ ചിലപ്പോൾ ഹെയ്ത്തി എന്തെങ്കിലും മാജിക് കാണിക്കുമെന്നുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ്, ഹെയ്ത്തി. എന്താണ് ബ്രസീൽ ആരാധകനായിട്ടുള്ള അതിപുരാതന ബ്രസീൽ ബ്രസീൽ ആരാധകനായിട്ടുള്ള ഓർമ്മുള്ളത് അല്ല അത് നമ്മളുണ്ടായിരുന്നോ ഫൈസലിന്റെ സാധനം കാണുമ്പോ നമ്മളാ 2014 ലോകകപ്പില് ഫൈസല് തലക്ക് കൈ ഫൈസൽ ഒന്നും മിണ്ടാതെ അടിക്കുന്ന ഫൈസലിനെയാണ് ഞാൻ ഇപ്പോഴും ഇന്നുകൂടി അത് ഹൈലൈറ്റ്സ് ഒന്ന് ചോദിക്കുന്നുണ്ട് ദേഷ്യം. അപ്പോൾ ഫൈസൽ കഴിഞ്ഞ റീപ്ലേ ഓരോ ഗോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ 2002 ലോക ചാമ്പ്യന്മാരാകുന്നു. അല്ല, അന്ന് അതിന്റെ പിറ്റേ ദിവസം അന്ന് രാത്രി ഫൈസൽ ചെയ്ത സ്റ്റോറിയും എനിക്ക് ഓർമ്മയുണ്ട്. കുന്നിലെ ദൈവങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഫൈസൽ സ്റ്റോറി ചെയ്തിട്ടുണ്ടല്ലേ. എനിക്ക് അതിലെനിക്ക് OR ആണ് അന്ന് പിന്നെ അന്ന് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഈ കളിയെക്കുറിച്ച് ഇനി ഒന്നും പറയാനില്ലാന്ന്. കാരണം അതൊരു ഓരോ ബ്രസീലിയൻ ആരാധകനും നുറുങ്ങിയിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ 7 ഗോളുകളും കണ്ടത്. സത്യം പറയാലോ, എനിക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. 3 ഗോൾ കഴിഞ്ഞാൽ പിന്നീട് തലക്കകത്ത് എന്തോ ഒരു പെരുപ്പ് വരും. കാരണം അത് അത്രമാത്രം ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബ്രസീലിയൻ ആരാധകരെ എന്നുള്ളതാണ്. പക്ഷേ മാരക്കാന ദുരന്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രസീൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അപമാനിക്കപ്പെട്ടത് ഒരുപക്ഷെ മാരക്കാന ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായിരുന്നു എന്നുള്ളതാണ്. മാരക്കാന അതൊരു ദുരന്തം എന്ന് പറയുമ്പോഴും അതൊരു കിരീടം കൈവിട്ടതിൻ്റെ ഓർമ്മയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ബ്രസീലിയൻ ഫുട്ബോളിന് ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത്. അതിൽ സംശയം. അതിൽ നിന്ന് കര കയറാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്ന് കൂടി തോന്നുന്നുണ്ട്. ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ടായിട്ട് പോലും. പക്ഷേ കഴിഞ്ഞ 2 തവണയും ബ്രസീൽ പുറത്തായ രീതികൾ അപ്രതീക്ഷിതം. എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം അതിനുശേഷം ബ്രസീൽ ബെൽജിയത്തോട് തോറ്റാണ് പുറത്താകുന്നത് 2018. അത് പ്രധാനമായിട്ട് അവർക്ക് യൂറോപ്യൻ വമ്പന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു എന്ന് തോന്നുന്നു. അതെന്താണ് അവർക്ക് യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന എത്രയോ താരങ്ങളുണ്ട് അവർക്ക്. പക്ഷേ എങ്കിലും തുടർച്ചയായിട്ട് അവർ യൂറോപ്പിന് അത് നോക്കൂ. 2006 ജർമ്മനി ഫ്രാൻസിനോട് തൊട്ടാണ്, ഒരു ഗോളിന് തൊട്ടാണ് അവർ ചാമ്പ്യന്മാരായിരുന്ന അവർ മടങ്ങുന്നത് ക്വാർട്ടർ ഫൈനലിൽ. 2010 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടക്കുമ്പോഴും വീണ്ടും ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സിനോട് തോറ്റ് 2-1 തോറ്റവർ മടങ്ങുന്നു. 2014 അവർ 4ാം സ്ഥാനത്തേക്ക് വരുന്നു. പക്ഷേ അത് ആ ദുരന്ത കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 7-1 തോൽവിക്ക് ശേഷം ലൂസേഴ്സ് ഫൈനലിൽ പോലും അവർ തോൽക്കുന്നു. 2018 റഷ്യയിൽ വെച്ച് വീണ്ടും ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തോട് 2-1 വീണ്ടും തോൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഖത്തറിൽ ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യയോട് ഷൂട്ടൗട്ടിലാണ് അവർ തോൽക്കുന്നത്. അതായത് നിർണായക ഘട്ടത്തിൽ അവർക്ക് പിഴച്ചു പോകുന്നു എന്നുള്ളത് മാത്രമല്ല. കഴിഞ്ഞ തവണ തോറ്റ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ബ്രസീലിലെ ഏറ്റവും അവസാനമായി കളിച്ച ഏറ്റവും മികച്ച ഗെയിം ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ക്രൊയേഷ്യക്കെതിരായ ആയിരുന്നു. എത്ര മനോഹരമായി കളിച്ചതാണ്. പക്ഷേ ഗോൾ നേടിയിട്ടും അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ആ ഗെയിമിലെ ഏറ്റവും വലിയ പോരായ്മ. ബ്രസീൽ ഏതാണ്ട് ആരാധകർ വിജയം ഉറപ്പിച്ചിടത്തു നിന്നാണ് പിന്നീട് അത് സമനിലയിലേക്ക് പോകുന്നതും പിന്നീട് ഷൂട്ടൗട്ട് അത് നമുക്കറിയാം മാർക്കിഞ്ഞോസ് അത് നഷ്ടപ്പെടുത്തുന്നതും. അതൊരു ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ബ്രസീലിയൻ ഫുട്ബോളിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ലോകകപ്പ് സമയത്ത് ഞാൻ എല്ലാ ദിവസവും പോയ ടീം ക്യാമ്പാണ്, ബേസ് ക്യാമ്പാണ് ബ്രസീലിൻ്റെത്. അതിന് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിരുന്നു അൽ അറബി സ്റ്റേഡിയത്തിലായിരുന്നു ബ്രസീലിൻ്റെ ബേസ് ക്യാമ്പ് എന്നുള്ളതും പിന്നെ സ്വാഭാവികമായിട്ടും ബ്രസീലിൻ്റെ അത്രമാത്രം ആവേശം ഉണ്ടായിരുന്നു. ബ്രസീൽ ടൈറ്റിൽ ഫേവറേറ്റുകളിൽ ഒന്നായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ ഇത്തവണത്തെയും കഴിഞ്ഞ തവണത്തെയും ബ്രസീലിയൻ ടീമിനെ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണത്തെ ടീം എന്ന് പറയുന്നത് കപ്പടിക്കാൻ ശേഷിയുള്ള ഒരു ടീമായിരുന്നു. ആ ടീം എന്തുകൊണ്ട് തോറ്റു എന്ന് ഞാനിപ്പോൾ ടിറ്റ നല്ല കോച്ചാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് ബ്രസീലിൽ നിന്നുള്ള ഫുട്ബോൾ ജേർണലിസ്റ്റുകളോട് ചോദിച്ചിരുന്നു. അവരെല്ലാം കുറ്റപ്പെടുത്തിയ ടിറ്റയാണ്. അതായത് കളിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് ഓരോ ടീമിനെതിരെയും കളിക്കേണ്ട രീതി. അത് ടിറ്റയ്ക്കില്ലായിരുന്നു ലോകകപ്പിന് വരുമ്പോൾ എന്നുള്ളതാണ്
ഏറ്റവും പ്രധാനപ്പെട്ട ബ്രസീലിന്റെ ഫ്രണ്ടിനെ ഏറ്റവും പോലുള്ള വലിയ ഒരു താരത്തെ പോസിറ്റീവ് അതാണ്. ആഞ്ചലോട്ടിയെ പോലൊരു അതിഗംഭീരമായ ടാക്ടീഷ്യനെയാണ് ബ്രസീലിന് കിട്ടിയിട്ടുള്ളത്. അതെ, സാധാരണഗതിയിൽ എല്ലാ ടീമിനും ഒരു സൂപ്പർ താരം ഉണ്ടാവും. ഇപ്പം നെയ്മർ ബ്രസീലിയൻ ആരാധകർക്ക് അദ്ദേഹം സുൽത്താനാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഇത്തവണ ബ്രസീലിയൻ ടീമിലെ സൂപ്പർ താരം എന്ന് പറയുന്നത് കാർലോ ആൻസലോട്ടിയാണ്. ആൻസലോട്ടി എങ്ങനെ ടീമിനെ ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ പാനമയ്ക്കെതിരായ മത്സരം ഞാൻ കണ്ടു. ഈ ഒരു പക്ഷേ ബ്രസീൽ ഇന്നുവരെ കളിച്ചിട്ടില്ലാത്ത രീതിയിൽ ഇപ്പോഴും എതിരാളികൾക്ക് ഒരു പിടിയും കൊടുത്തിട്ടില്ല അദ്ദേഹം എന്നുള്ളതാണ്. അതിന് ഏറ്റവും റഫീനയെ കളിപ്പിച്ച പൊസിഷൻ, ഇന്നേ വരെ റഫീന അങ്ങനെ ഒരു പൊസിഷനിൽ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടില്ല. ഈവൻ ബാഴ്സലോണയിൽ കളിക്കുന്നത് കണ്ടിട്ടില്ല, ബ്രസീലിന് വേണ്ടിയിട്ടും കളിക്കുന്നത് കണ്ടിട്ടില്ല. സാധാരണ അദ്ദേഹം വിങ്ങിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ്, ബ്രസീലിന് എടുക്കാവുന്ന ഏറ്റവും നല്ല 2 വിങ്ങേഴ്സാണല്ലോ വിനീഷ്യസും റഫീനയും. പക്ഷേ അദ്ദേഹത്തെ വിങ്ങിൽ നിന്ന് മാറ്റി ഒരു ഫാസ്റ്റ് 9-ലിടുന്ന ഒരു പ്ലേ മേക്കിംഗ് റോളിലേക്കൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായ ആ പൊസിഷൻ കൊടുക്കാൻ പോകുന്നത് നെയ്മർക്കായിരിക്കും എന്നാണ്. പരിക്ക് മാറി വരുമ്പോൾ അത് കാർലോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു കാരണവശാലും വിങ്ങിൽ ഞാൻ നെയ്മറെ ഉപയോഗിക്കാൻ പോകുന്നില്ല എന്നുള്ളത്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. മാത്രമല്ല ആ വിങ്ങിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു പക്ഷേ വിന്നി മാറിയാൽ അവിടെ മാർട്ടിനെല്ലിയെ പോലുള്ള ആഴ്സണലിൻ്റെ ഏറ്റവും വേഗതയേറിയ ഒരു താരത്തെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബ്രസീൽ ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞ തവണ നമ്മളെല്ലാം പറഞ്ഞിരുന്ന സാധനം ബ്രസീലിന്റെ ബി ടീം പോലും ശക്തമാണ്. ഇത്തവണ ബി ടീം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. ഏതെങ്കിലും തരത്തിൽ ഒരു സബ് ചെയ്യണമെങ്കിൽ അതിനൊത്ത തരത്തിലുള്ള പ്ലെയേഴ്സ് കുറവാണ് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പക്ഷേ ബ്രസീൽ ഈ ടീമിൽ എനിക്ക് വന്ന ഏക നിരാശ എന്നുള്ളത് ജാ പെഡ്രോയെ പോലുള്ള, അപ്പോൾ നമുക്കറിയാം എസ്റ്റാവോ പോലുള്ള ഒരു താരം, ബ്രസീലിൽ ഏറ്റവും സമീപകാലത്ത് ഫോം ഉണ്ടായിരുന്ന ഒരു താരം എസ്റ്റാവോ ആയിരുന്നു. എസ്റ്റാവോ ഇല്ലാത്തത് പരിക്ക് മൂലം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നില്ല. റോഡ്രിഗോ പരിക്ക് അവിടെ മാറ്റി നിർത്തിക്കാൻ ജാ പെഡ്രോയെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇപ്പോൾ മാത്യൂസ് കുഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഡിയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കാൾ ഏറ്റവും നന്നായി കയറിക്കൊണ്ടിരുന്നത് റഫീനിയ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള ഒരു സ്ട്രൈക്കറാണോ കുഞ്ഞ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ അതിന് പെഡ്രോയെയും കുഞ്ഞയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം അൺപ്രഡിക്റ്റബിൾ ആണ് കുഞ്ഞ എന്നുള്ളതാണ്. മറ്റേ പെഡ്രോയെ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം അദ്ദേഹം ഏത് ആംഗിളിൽ നിന്ന് അടിക്കും എന്നുള്ളത്. കുഞ്ഞയ്ക്ക് അതിനുള്ള ഒരു വളാറ്റൈൽ പ്ലെയർ ആണ് എന്നുള്ളതാണ് അതിനുള്ളൊരു ന്യായീകരണമായി പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം ഈ കാർലോ ഇനിയിപ്പോൾ അടുത്ത മത്സരം എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഏരിയൽ ബോൾസ് കൂടുതൽ ഉപയോഗിക്കാനൊക്കെ ബ്രസീൽ കഴിഞ്ഞ മത്സരത്തിൽ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനർത്ഥം മിഡ്ഫീൽഡ് വീക്കാണ് എന്നുള്ളത്. കാർലോ ഒരു വർഷമായിട്ടുള്ളൂ കാർലോ ടീമിനൊപ്പം ചേർന്നിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡിനെ അധികം ഉപയോഗിക്കാതിരിക്കുക, അതിന് പകരം കൂടുതൽ വിങ്ങുകളെ ആശ്രയിച്ചുകൊണ്ട് അറ്റാക്ക് നടത്തുക എന്നുള്ളത് തന്നെയായിരിക്കും തന്ത്രം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ബ്രസീലിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മൊറോക്കോയാണ്. ഈ മൊറോക്കോയുടെ ടീം ഞാൻ കഴിഞ്ഞ തവണ അവരുടെ മാച്ച് അവരുടെ 3ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള മാച്ച് പോലും കണ്ടിരുന്നു. അവരുടെ ആരാധകർ ഒരു പ്രത്യേക വൈബുള്ള അവർ ഒരു പ്രത്യേക സൗണ്ട് അവരുണ്ടാവും. സിർ എന്നാണ് അവരുടെ, അതായത് സിർഫ് എന്നുള്ള അറബിക് പദമാണ്. പെട്ടെന്ന് പോവുക, പെട്ടെന്ന് കളിക്കുക. ഇത് ഗ്യാലറിയിൽ ഒരു വല്ലാത്ത ഇരമ്പലാണ്, ഫീലാണ്. അപ്പം ആരാധകരുണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. പിന്നെ മാത്രമല്ല കഴിഞ്ഞ തവണത്തെ മൊറോക്കോ പോലുമല്ല ഇത്തവണ. യാസിൻ ബൊനോ അവിടെയുണ്ട്, അഷ്റഫ് ഹക്കീമി അവിടെ ഇതുണ്ട്, ബ്രാഹ്മി ഡയസ അവിടെയുണ്ട്. അങ്ങനെ ഒരു അമ്രബാദ് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായി, അതായത് എണ്ണയിട്ട എഞ്ചിൻ പോലെ എന്നൊക്കെ നമ്മളൊരു പ്രയോഗത്തിൽ പറയാറുണ്ട് പത്രങ്ങളിലും മറ്റുമൊക്കെ. അതിന് ആപ്റ്റായ ഒരാളാണ് ഈ അമ്രബാദ് എന്ന് പറയുന്നത്. ഫുൾ ടൈം ഒഴുകി നടന്ന് കളി ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ. പിന്നെ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിനെ പോലുള്ള ഒരു ടീമിനെ പ്ലേ ഓഫിലേക്ക് തള്ളി വിട്ട ഒരു ടീമാണ്. അവർ നേരിട്ട് യോഗ്യത നേടിയ ടീമാണ്. സ്കോട്ട്ലൻഡിനെ എഴുതി തള്ളാൻ പറ്റാത്ത യൂറോപ്യൻ ലീഗുകളിൽ മികച്ച താരങ്ങളുള്ള ഒരു ടീമാണ്. ആ ടീമിനെ എങ്ങനെ ബ്രസീൽ കളിക്കുന്നു? ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ അതിനിർണായകമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മൊറോക്കോയ്ക്കെതിരെ ജയിക്കണം, സ്കോട്ട്ലൻഡിനെതിരെ ജയിക്കണം. മാത്രമല്ല ബ്രസീൽ ജയിച്ചില്ലെങ്കിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2ാം സ്ഥാനക്കാരായാൽ റൗണ്ട് ഓഫ് 32 ബ്രസീലിന് കളിക്കേണ്ടി വരിക ഒരു പക്ഷേ നെതർലാൻഡ്സുമായിട്ടായിരിക്കും എന്നുള്ളതാണ്. ഗ്രൂപ്പ് എച്ചിലെ 1ാം സ്ഥാനക്കാരുമായിട്ട് അവർക്ക് മത്സരിക്കേണ്ടി വരും. അത് ബ്രസീലിനുണ്ടാക്കുന്ന നോക്കൌട്ടിലെ യൂറോപ്യൻസ് ആയിട്ട് കളിക്കുമ്പോൾ വലിയ രീതിയിൽ റീസെന്റ് ഉണ്ടാവുന്നുണ്ട്. അതും നെതർലാൻഡ്സിനെ പോലുള്ള ഒരു ടീമിനെ തുടക്കത്തിൽ തന്നെ കളിക്കേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കോട്ട്ലൻഡ് അതേപോലെ മൊറോക്കോ ഗെയിം ബ്രസീലിന് ക്രൂഷ്യലാണ്. ബ്രസീലിന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ബ്രസീലിന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരുന്നത് അവരുടെ വിങ് ബാക്സ് ആണ്.
ബ്രസീലിന് എല്ലാ കാലത്തും അതിഗംഭീരമായ വിങ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അത് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് അവർക്ക് വന്ന ഡാനി ആൽവസും മാർസലോ വരുന്നവർക്ക് ഏറ്റവും അവസാനം ബ്രസീൽ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച വിങ് ബാക്സ് എന്ന് പറയുന്നത് അത് ഒരു വിങ്ങിലൂടെ കയറി അതിഗംഭീരമായ രീതിയിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നു. ക്ലിനിക്കൽ ഫിനിഷേഴ്സ്, അതിന് കൃത്യമായിട്ടുള്ള ഫിനിഷേഴ്സ് അവിടെയുണ്ട്. ഇത്തവണ വിങ് ബാക്സിന്റെ അഭാവം ബ്രസീലിന് വലിയ രീതിയിലൊരു തിരിച്ചടി തന്നെയാണ്. ഒപ്പം തന്നെ കസമീറോയെ അമിതമായിട്ട് അവർ മിഡിൽ ആശ്രയിക്കുന്നുണ്ട്. കസമീറോക്ക് ഏതെങ്കിലും തരത്തിൽ കസമീറോ ആക്ച്വലി ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അല്ല, അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. സത്യത്തിൽ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറുടെ ഒരു അഭാവം ടീമിനുണ്ട്. ബ്രൂണോ ഗിമറാസിനെയാണ് നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലൊന്നും അതിനേക്കാൾ എനിക്ക് തോന്നുന്നു അല്പം കൂടെ നന്നായി കളിച്ചത് പക്കറ്റയാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള നിലയിൽ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇത് തോന്നുന്നത്. പക്ഷേ ടിറ്റയുടെ ടീമിൽ നിന്ന് വരുമ്പോൾ ടിറ്റ സ്വാഭാവികമായും എല്ലാ സമയത്തും 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറി ഓക്കെ കസമേറോ, പിന്നെ മാത്രമല്ല കസമീറോ സാധാരണ അദ്ദേഹത്തിൻ്റെ ഇൻ്റർസെപ്ഷൻസാണ് സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ അതിനുള്ള എബിലിറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ നമ്മൾ ആ പഴയ ജിന്നെ എന്നൊന്നും വിശേഷിപ്പിക്കാൻ അദ്ദേഹത്തിന് ഓഫ് കോഴ്സ് അദ്ദേഹം ഇപ്പോൾ സെറ്റ് പീസുകളിലെ മാസ്റ്ററാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം സെറ്റ് പീസുകളിലാണ് മാസ്റ്റർ ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പതിവ് ഡിഫൻസീവ് സ്ട്രെങ്ത് ഒക്കെ നഷ്ടമായിരിക്കുന്നു. മിഡ്ഫീൽഡ് അത്തരത്തിൽ നിയന്ത്രിക്കാൻ ലോകകപ്പ് പോലുള്ള ഒരു വേദിയിൽ അദ്ദേഹത്തിന് കെൽപ്പുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ബ്രൂണോ ഗിമറാസ് എനിക്ക് പ്രതീക്ഷയുള്ള ഒരു താരമാണ് എന്നുള്ളതാണ്. ഞാൻ പക്കറ്റേക്കാൾ ഫസ്റ്റ് 11 ഓപ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ബ്രൂണോ ഗിമറാസിനാണ്. ബ്രസീലിനെ നേരത്തെ ഫൈസൽ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രസീലിന് ഫൈറ്റ് വരാൻ പോകുന്നത് മൊറോക്കോയും ഒപ്പം തന്നെ സ്കോട്ട്ലൻഡ് ആയിരിക്കും. അതിലിപ്പോൾ മക്ടോമിനെ ഉണ്ട്, നമ്മുടെ ആന്റി റോബർട്ട്സൺ ലിവർപൂളിന്റെ പ്ലെയർ. സ്കോട്ട്ലൻഡ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. റോബർട്ട്സനെ മറികടക്കുക എന്ന് പറയുന്നത് അതെ വൺ ടാസ്ക് ആണ്. നേരത്തെ ബ്രസീലിന് ഇല്ല എന്ന് പറഞ്ഞാൽ വിങ് ബാക്കിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവർക്ക് കിട്ടാൻ പോകുന്നത് റോബർട്ട്സണിലൂടെ സ്കോട്ട്ലൻഡിൽ കിട്ടാൻ പോകുന്നുണ്ട്. പിന്നെ ഹെയ്തി കൂടി നമുക്ക് പറയാം, ഒരു കൗതുകമുള്ള സാധനമുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള ഡെക്സൺ നസോണ് ഹെയ്തിയുടെ മെയിൻ പ്ലെയറാണ്. അദ്ദേഹമാണ് യോഗ്യത റൗണ്ടിൽ ഹെയ്തിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ, പേർഷ്യൻ ക്ലബ്ബിലാണ് ഇപ്പോൾ കളിക്കുന്നത്. യോഗ്യത റൗണ്ട് ഹെയ്തിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോൾ ബ്രസീലിനെതിരെയൊക്കെ ഒരു ഗോള് ഹെയ്തിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ ഒരു റേഞ്ച് അറിയിച്ചോക്കൂ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്ലെയറാണ് ബ്രസീലിനെതിരെ ഗോൾ അടിച്ചത്. നമുക്ക് വലിയ വീമ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതൊരു കൗതുകമുള്ള സാധനമാണ്. നസോണ് വരുന്നു, അദ്ദേഹം ലോകകപ്പിൽ കളിക്കുന്നു എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ക്ലബിനെ പ്രതിനിധീകരിച്ച് പോയൊരു താരമാണല്ലോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളെയും പറഞ്ഞപ്പോൾ ആഞ്ചലോട്ടി ഒളിപ്പിച്ച് വെച്ച 2 യുവതാരങ്ങളെക്കുറിച്ച് പറയാൻ പറഞ്ഞു, എൻട്രിക്കും റയാനും. അപ്പോൾ എൻട്രിക്ക് എന്ന് പറയുമ്പം പെലെയും അവരുടെ റൊണാൾഡോയും ബ്രസീലിൻ്റെ റൊണാൾഡോയും ആയിട്ട് താരതമ്യം ചെയ്യുന്ന 2 കാലുകൾ കൊണ്ടും ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന യുവതാരമാണ്. 19 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം നേരത്തെ പിന്നെ റയാൻ ടൈമിലേക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം എന്താണ് ലീഗിൽ ലീഡ്സ്, ക്രിസ്റ്റൽ പാലസ്, ഫുൾഹാം എന്നീ ക്ലബ്ബുകളെ തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിൽ ഗോൾ അടിച്ചിട്ടുള്ള താരമെന്നുള്ള നിലയിൽ അദ്ദേഹം അസാധ്യമായിട്ടുള്ള ഫോമിൽ നിൽക്കുന്ന താരമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഉയരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. 1.87 മീറ്റർ ഉയരം, റൈറ്റ് വിങ്ങറാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2 യുവതാരങ്ങളെ ആഞ്ചലോട്ടി ഏത് തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും? നിലവിലെ ഒരു ടീം ഘടന പ്രകാരം ഒരു 4-2-4 ഓപ്റ്റ് ചെയ്യുന്ന ആക്രമണാത്മക ശൈലി ആഞ്ചലോട്ടി പരീക്ഷിക്കുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ. അദ്ദേഹം ആക്രമണാത്മകമായ ഫുട്ബോളിനെ തന്നെയാണ് സാധ്യത. ഈ 2 യുവതാരങ്ങളെ എങ്ങനെ ഉപയോഗിക്കാനായിരിക്കും അദ്ദേഹത്തിന് സാധ്യത കൂടുതൽ? നിലവിലെ ഈ പ്രധാനപ്പെട്ട ടീമിനെ റിസ്ക് എടുക്കാൻ സാധ്യതയില്ല. ഒന്ന് ക്രൂഷ്യൽ മാച്ചുകൾ, അതായത് ഈ 2 മത്സരം സ്കോട്ട്ലൻഡിനെതിരെയും നല്ല ടൈറ്റ് മാച്ചായിരിക്കും വരാൻ പോകുന്നത്, മൊറോക്കോക്കെതിരെയും ഭയങ്കര ടൈറ്റ് മാച്ചായിരിക്കും വരാൻ പോകുന്നത്. ഈ 2 മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു പരാജയം വലിയ രീതിയിൽ ബ്രസീലിന് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് ആഞ്ചലോട്ടി വലിയ റിസ്ക് എടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, വിനീഷ്യസ് മാറ്റി നിർത്തിയാൽ നെയ്മറിന്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം എങ്ങനെയാണ് നെയ്മർ അദ്ദേഹം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ഫിസിക്ക് ഓക്കെ ആവുന്നതോടുകൂടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഫസ്റ്റ് 11 തന്നെ കളിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മറ്റൊന്നല്ല, ശരിക്കും മറ്റു താരങ്ങളെ അവരുടെ ആത്മവിശ്വാസം ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകം കൂടി നെയ്മർ ഉണ്ട് എന്നുള്ളതാണ്. ടീം പ്രഖ്യാപനം തന്നെ ഓർമ്മയില്ല, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ എല്ലായിടത്തുനിന്നും വലിയ രീതിയിലുള്ള കയ്യടികളും മറ്റും വരുന്നു. ഈ ബ്രസീൽ ടീമിന് നെയ്മർ ഒരു വികാരമാണ്, നെയ്മറിനും അതങ്ങനെ തന്നെയാണ്. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ടീമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന. ഇപ്പോൾ റീസെൻ്റ്ലി ഈ വർഷം തന്നെ സാന്റോസിന് വേണ്ടി അദ്ദേഹം കളിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടിന് ഇഞ്ചുറി പറ്റുന്നു. അദ്ദേഹത്തോട് കളിക്കേണ്ട, സർജറി കഴിഞ്ഞിട്ട് വേൾഡ് കപ്പാണല്ലോ വരാൻ പോകുന്നത്, സർജറി കഴിഞ്ഞ് കുറച്ചാൾ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ സാന്റോസ് അവിടെ റെലഗേഷനിൽ നിൽക്കാൻ പോവുകയാണ്. പക്ഷേ അവസാനം 3 മത്സരങ്ങളിൽ 3 ജയിക്കണമായിരുന്നു. നെയ്മർ ഇറങ്ങുന്നു. അതിൽ
തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹത്തെ കൂക്കി വിളിക്കുന്നുണ്ട് ആരാധകർ. പിന്നീടുള്ള 3 മത്സരത്തിലും നെയ്മർ സ്കോർ ചെയ്യുന്നു, സാന്റോസിനെ വിജയിപ്പിക്കുന്നു, സാന്റോസിനെ റെലഗേഷനിൽ നിന്ന് സേഫാക്കി വിടുന്നു. അപ്പോൾ അത്തരത്തിൽ നെയ്മറുടെ കാലിൽ നിന്ന് ഇപ്പോഴൊന്നും പോയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് തുടർച്ചയായിട്ടുള്ള വരുന്ന ഇഞ്ചുറികളാണ്. അപ്പോൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ കടുത്ത മെസ്സി ഫാനായ ഞാൻ പറയട്ടെ, മെസ്സിയെക്കാളും ക്രിസ്ത്യാനോയെക്കാളും ക്വാളിറ്റി പ്രതിഭ നോക്കുമ്പോൾ ഇൻബോൺ ടാലന്റിനെ സാധനം നോക്കുമ്പോൾ അത് നെയ്മർ തന്നെയാണ്, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. പക്ഷേ തുടർച്ചയായിട്ട് വരുന്നുള്ള ഇഞ്ചുറികളാണ് അദ്ദേഹത്തെ തളർത്തി കളഞ്ഞത്. അത് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം എടുക്കുന്ന ചില ഡിസിഷൻസ്. ഇപ്പോൾ ബാഴ്സലോണയിൽ നിന്ന് നെയ്മർ പോകാൻ തീരുമാനിച്ചാണ് നെയ്മർ കരിയറിലെടുത്ത ഏറ്റവും അബദ്ധ തീരുമാനങ്ങളിലൊന്ന്. ഏറെക്കുറെ എല്ലാവരും പറയുന്നു മെസ്സിയുടെ നിഴലിലാകുമെന്നുള്ള രീതിയിൽ അത്തരം സാഹചര്യങ്ങളിലായിരിക്കും പോയത്. പക്ഷേ അദ്ദേഹം അവിടെ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നെയ്മർ വേറെ റേഞ്ചിലേക്ക് എത്തേണ്ട പ്ലെയർ തന്നെയായിരുന്നു. എന്ത് രസമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. ഈ ശരിക്കും ഡാൻസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ആ രീതിയിൽ ഡാൻസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത്രയും സ്റ്റൈലിഷ് പ്ലേ ആണ്. ഒരു റൊണാൾഡീഞ്ഞോയ്ക്ക് ശേഷം സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഡാൻസിങ് എബിലിറ്റിയോടുകൂടെ മാത്രമല്ല, അത് ബാഴ്സലോണയിൽ നിന്ന് പോയത് മാത്രമല്ല, നെയ്മറിന്റെ കരിയറിൽ തന്നെ ഷേപ്പ് ചെയ്യുന്നതിൽ നെയ്മറിന് ഒരു വീഴ്ച പറ്റി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു അറ്റാക്കർ ആയിരിക്കെ നിരന്തരമായി ബോൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഡിഫെൻസീവ് ഗെയിം കൂടെ പലപ്പോഴും കളിക്കുന്നത് മറ്റേതെങ്കിലും പ്ലെയർ ആ തരത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതാണ് നിരന്തരമായി. മാത്രമല്ല, ഈ മാൻ ടു മാൻ മാർക്കിംഗ് ഫുട്ബോളിൽ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിഫൻഡേഴ്സിനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു പ്ലെയറും ഈവൻ മെസ്സി പോലും ചെയ്യാറില്ല. ആ സമയത്ത് ഒരു സാധനം ഇപ്പോൾ നോർമൽ പ്ലേയേഴ്സ് ഇപ്പോൾ ജസ്റ്റ് ഒരു 1-to-1 ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നൊരു സാധനം. നെയ്മർ മാക്സിമം നെറ്റ്മേക്ക് തന്നെ പോകുള്ളൂ. സ്വാഭാവികമായിട്ടും ഈഗോ കയറും. സാധനം പമ്പ് ചെയ്ത് ഫൗൾ ചെയ്തിടും. എങ്ങനെ പോയാലും നെറ്റ്മേക്ക് ചെയ്തല്ല അടിച്ചിടാന്നുള്ളൊരു ഒരു സാധനം വരുമല്ലോ ഫുട്ബോളിൽ. ആ സാധനം നെയ്മർക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഏറ്റവും കൂടുതൽ ലോക ഫുട്ബോളിൽ സമീപകാലത്ത് ലോകകപ്പിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫൗളിന് വിധേയമായ ഒരു താരം നെയ്മറാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ പറഞ്ഞതിലേ എനിക്ക് ഒരു ബ്രസീൽ ഒളിപ്പിച്ച് വെച്ച ഒരു വജ്രം എന്നെനിക്ക് തോന്നുന്നത് ഇഗോറ്റിയോഗയായിരിക്കും. ഇഗോറ്റിയോഗയുടെ ഇപ്പം പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ മാസത്തെ ഏറ്റവും മികച്ച പ്ലെയർക്കുള്ള കോമ്പറ്റീഷനിൽ എനിക്കൊണ്ട് 3-മോ 4-മോ എത്തിയതാണ്. അദ്ദേഹം മികച്ച ഫോമിലാണ് എന്നുള്ളതാണ് ഇഗോറ്റിയോഗയെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നാൻ. ഒരു പക്ഷേ അദ്ദേഹം പരിചയസമ്പന്നനാണ്, വലിയ ഗെയിമുകൾ കളിച്ച പരിചയമുണ്ട് എന്നുള്ള ബ്രെൻഫോർഡിൻ്റെ പ്ലെയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രസീൽ ഒളിപ്പിച്ച് വെച്ച ഒരു മുത്ത് എന്ന് തോന്നുന്നത് എനിക്ക് ഇഗോറ്റിയോഗയായിരിക്കും എന്നാണ് ഞാൻ തോന്നുന്നത്. കാരണം എൻട്രിക്ക് എങ്ങനെ കളിക്കും എന്നുള്ളത് എതിരാളികൾക്ക് അറിയാം. പക്ഷേ ടിയാഗോയെ പക്ഷേ അത്ര ഒരു സർപ്രൈസ് സബ്ബാകാൻ സാധ്യതയുള്ള ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും പറഞ്ഞു വരുമ്പോൾ നെയ്മറിനെ പറ്റി പറഞ്ഞാണ് 2014 സെമിയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന് ജേഴ്സിയും പിടിച്ച് വൈകാരികതയോടുകൂടി ദേശീയ ഗാനം ആലപിക്കപ്പെടുന്ന സമയത്ത് നിൽക്കുന്ന ബ്രസീലിയൻ ടീമിനെ ഒന്നടങ്കം നമ്മൾ കാണുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് അവർക്ക് തിരിച്ചടി ആയതും നമ്മൾ കണ്ടു. എന്തായാലും ലൂയിസ് പിടിച്ചു കഴിഞ്ഞ ആ മൊമെന്റ്. അതെ, അപ്പോൾ കഴിഞ്ഞ ലോകകപ്പിലെ നെയ്മറിന്റെ ഗോൾ കൂടെ നമ്മൾ പറയണം. എന്ത് മനോഹരമായ ഗോളാണ് നെയ്മർ ആ സമയത്ത് നേടിയത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നെയ്മർ തിരിച്ചു വരും, അദ്ദേഹം ലീഡ് ചെയ്യും. ഈ ലോകകപ്പിൽ ബ്രസീൽ മാജിക് തുടരും എന്ന് തന്നെ. ആ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെ വരുമെന്ന് തോന്നിക്കാൻ സ്വാഭാവികമായിട്ടും നമുക്ക് പറയേണ്ടി വരിക. ഞാൻ സ്കോട്ട്ലൻഡിനൊപ്പം ആദ്യം ചോയ്സ് എന്തായാലും ബ്രസീലിനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് സ്കോട്ട്ലൻഡ് ആകുമെന്ന് പ്രതീക്ഷിക്കും. ഞാൻ ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ്. ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലൻഡ്. ഒരു അത്ഭുതം കാണിച്ചേക്കാം. ഒരു ഗോൾ അടിച്ചോട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. അത് മാത്രം. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് സിയുടെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഗ്രൂപ്പ് ഡിയിലേക്കാണ്. അവിടെ ആതിഥേയരായിട്ടുള്ള അമേരിക്കയുണ്ട്, വെല്ലുവിളിക്കാനൊപ്പമുള്ളത് തുർക്കിയുണ്ട്, പരാഗ്വയുണ്ട്, ഒപ്പം ഓസ്ട്രേലിയ. ഇപ്പോൾ ഈ 4 ടീമുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കൊപ്പം നിൽക്കാനാണ് ഫൈസൽ ആഗ്രഹിക്കുന്നത്? അവിടെ ലാറ്റിൻ അമേരിക്കയുടെ ശക്തിയായിട്ടുള്ള പരാഗ്വയുണ്ട്. വമ്പം ടീമുകളെ അട്ടിമറിച്ചിട്ടുള്ള യോഗ്യതാ റൗണ്ടിലടക്കം ബ്രസീലിനെയും അർജന്റീനയും വെല്ലുവിളിച്ചിട്ടുള്ള ടീമാണ് പരാഗ്വെ. മറുഭാഗത്ത് തുർക്കിയുണ്ട്. തുർക്കി അർദഗുലാൻ്റെ ടീം. അവിടെ അമേരിക്കയ്ക്കും ഒപ്പം ഓസ്ട്രേലിയയ്ക്കും മുകളിൽ വരുമോ അതോ താഴെ വരും? തുർക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തുർക്കി എനിക്ക് തോന്നുന്നു അവർ അവസാനമായി കളിച്ചത് 2002 വേൾഡ് കപ്പിലാണ്, ലോകകപ്പിലാണ്. അന്നത്തെ അവരുടെ കളി പോലും റുസ്തുർ അക്ബർ എന്ന ഒരു ഗോൾ കീപ്പർ ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല.
കാരണം മീൻ പടക്കുന്ന പോലെ ഞാൻ അങ്ങനെ ടിബോ കോർട്ടയെ മറ്റൊരു ഗോൾ കീപ്പറെ കണ്ടിട്ടുള്ളൂ. ആ തരത്തിൽ ബ്രസീലിനെ വിറപ്പിച്ച 2 സെമി ഫൈനലിലും അന്നത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിലാണ് തോന്നുന്നു തുർക്കി ബ്രസീലിനെ വിറപ്പിച്ചതാണ്. പക്ഷേ പിന്നീട് യൂറോപ്പിലെ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം പലപ്പോഴും അവർക്ക് ലോകകപ്പ് വേദിയിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളൂ. പക്ഷേ യൂറോ കപ്പിലെല്ലാം അവർ ആ പെർഫോമൻസ് നടത്താറുണ്ട്. ഇത്തവണ നല്ല ടീമാണ്, പ്രത്യേകിച്ച് മിഡിൽ ഗൂളറും കലനോഗലും പോലുള്ള 2 പ്ലെയേഴ്സ് ഉണ്ട്. മിഡ്ഫീൽഡിൽ അവരെ പിടിച്ചു കെട്ടുക എന്നുള്ളത് പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ലോകകപ്പിലെ തന്നെ താരമാകാൻ പോകുന്ന പ്ലെയർ ആയിരിക്കും തുർക്കിയുടെ മുന്നേറ്റമനുസരിച്ച്. പിന്നെ അവർ നൽകുന്ന ഇൽഡിസ് ഇന്റർനാഷണൽ ഇന്റർ മിലാന്റെ പ്ലെയർ ആണെന്ന് തോന്നുന്നത്. കെനാൻ ഇൽഡിസ് എന്ന് പറയുന്ന നന്നായി സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന, നന്നായി ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു താരമാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വലിയ മേധാവിത്വം ആ ഗ്രൂപ്പിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫാസ്റ്റ് ഗെയിം അവരെ സംബന്ധിച്ചിടത്തോളം കളി ഏത് സമയത്തും സ്വിച്ച് ചെയ്യാൻ കെൽപ്പുള്ള പ്ലെയേഴ്സാണ്. അവരുടെ സ്റ്റൈലും അങ്ങനെയാണ്. ഡിഫൻസ് കളിക്കണമെങ്കിൽ അതിനും അവർക്ക് കഴിയും, അറ്റാക്കിങ്ങിലേക്ക് മാറണം. ഒരു യൂറോപ്യൻ മിക്സ് അവർക്കുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും തുർക്കി ആ ഗ്രൂപ്പിൻ്റെ ചാമ്പ്യൻ പട്ടം നേടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സോക്കറൂസ് ഉണ്ട്. സോക്കറൂസിൻ്റെ സാധ്യതകൾ എപ്രകാരമാണ്? അവർക്കും ധാരാളം ലോകകപ്പുകൾ കളിച്ച പരിചയമുള്ള ടീമാണ് സോക്കറൂസ്. ഓസ്ട്രേലിയ തീർച്ചയായും 6ാമത്തെ ലോകകപ്പാണ് ഓസ്ട്രേലിയ കളിക്കാൻ വരുന്നത്. ക്വാളിറ്റിയുള്ള ടീം തന്നെയാണ്. പിന്നെ ഏഷ്യൻ മേഖലയിൽ നിന്നാണ് അവർ കളിച്ചു വരുന്നത്. അതിൻ്റെ ഒരു പക്ഷേ പ്ലെയേഴ്സ് മുഴുവൻ എനിക്കൊന്ന് ജർമ്മനിയിലും അതുപോലെ ഇപ്പോൾ അവരുടെ യൂറോപ്യൻ പ്ലെയേഴ്സാണ് അവരുടെ ഒരു. പിന്നെ ഈ ഓസ്ട്രേലിയൻ ലീഗും ഇപ്പോൾ മെൽബൺ FC ഒക്കെ അത്യാവശ്യം നല്ല ടീമാണ്. അപ്പം അതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇർവിനെ പോലുള്ള പരിചയസമ്പന്നമായ ഒരു താരം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ടിം കാഹിലൊക്കെ ഉണ്ടായിരുന്ന ആ ടീമിൻ്റെ ഒരു ഇതിലേക്ക് ഈ ടീം എത്തുന്നുണ്ടോ? ഇപ്പം ഞാൻ ഏഷ്യ കപ്പിൽ അവർ വന്നപ്പോഴൊക്കെ ശ്രദ്ധിച്ചിരുന്നു, ഇന്ത്യ അവരുമായിട്ടുള്ള ഒരു മാച്ച് കളിച്ചിരുന്നു. അപ്പം ആ തരത്തിലേക്ക് അവരെ ആ പഴയ ആ കരിഷ്മ ആ ടീമിനുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും സോക്രോസിനെ എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ നല്ല ഫൈറ്റ് കൊടുക്കും. അത് നേരാണ്. അവർക്ക് ക്യാപ്റ്റൻ പൊലിസിച്ച് ഉണ്ട്, മക്കന്നി ഉണ്ട്, യുവന്റസിന്റെ പ്ലെയർ, നല്ല ടോപ്പ് അറ്റാക്കേഴ്സ് ഉള്ള ടീമാണ് അമേരിക്ക. മെസ്സി എത്തിയതോടുകൂടി MLS ഉണ്ടായിട്ടുള്ള ഒരു ഊർജ്ജം അത് അമേരിക്കക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റത്തിന് സാധ്യത? തീർച്ചയായിട്ടും. അപ്പോൾ MLS ഓരോ മത്സരങ്ങളും എടുത്തു നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആരാധകർ വലിയ രീതിയിൽ കാണുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്കും വലിയ രീതിയിലുണ്ടാവും. മാത്രമല്ല അവർക്ക് ഒരു അഭിമാനത്തിൻ്റെ പോരാട്ടം കൂടിയാണ്. അവരുടെ നാട്ടിൽ നടക്കുന്ന ടൂർണമെൻറ്റാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ 4 ഭാഗത്തു നിന്നും വരുന്നൊരു ടൂർണമെൻറ്റാണ്. അതിൽ സ്വന്തം ടീമിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് വലിയ രീതിയിലുള്ള ഊർജ്ജം, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫുട്ബോൾ 12ാമൻ എന്ന് പറയുന്നതിന് വലിയ വിലയുണ്ട്. അവരുടെ ഒരു ഇതിൽ ആവേശത്തിൽ അവർക്കൊരു ആതിഥേയർ എന്ന നിലയിലുള്ള സമ്മർദ്ദം കൂടിയല്ലേ ഈ മെക്സിക്കോയും ഒപ്പം കാനഡയും അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം. ആതിഥേയർ എന്ന നിലയിൽ ആദ്യ റൗണ്ട് കടക്കേണ്ടത് അവർക്ക് അനിവാര്യമാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര കടുത്ത ടീം ആവണമെന്നില്ല എന്നുള്ളതാണ്. അത്ര അതിഭീകരമായൊരു ഫൈറ്റ് അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അവർ ഓസ്ട്രേലിയക്കെതിരെ ഒരു അനായാസ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പരഗൈക്കെതിരെ അനായാസ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെയും ടൈറ്റ് കൊടുക്കാൻ പോകുന്നത് തുർക്കിയായിരിക്കും. അപ്പോൾ 1ാം സ്ഥാനക്കാരല്ലെങ്കിൽ 2ാം സ്ഥാനക്കാരായിട്ട് തന്നെ റൗണ്ട് 32ലേക്ക് അമേരിക്ക ആദ്യത്തേക്ക് കടക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പരാഗയെക്കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ഒക്കെ പകിട്ടിൽ പലപ്പോഴും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ടീമായിട്ടാണ് പരാഗയെ കണക്ക് കൂട്ടേണ്ടത്. അവർ ഗംഭീരമായിട്ടുള്ള ഫുട്ബോൾ ലാറ്റിൻ അമേരിക്കയിൽ കളിക്കുന്ന ടീമെന്ന നിലയിൽ കൂടി പരാഗ് ഈ യോഗ്യതാ റൗണ്ടിൽ നമ്മൾ പറഞ്ഞതാണ് അർജന്റീനയും ബ്രസീലിനെയും വെല്ലുവിളിച്ച ടീമാണ്, തോൽപ്പിച്ചിട്ടുണ്ട്. അത് കടന്നിട്ടാണ് അവർ വരുന്നത്. അപ്പം യോഗ്യത നേടുക, ഇവരെ മറികടന്നൊക്കെ യോഗ്യത നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണല്ലോ. പരാഗ്വേ ഫുട്ബോളിനും എത്രത്തോളം സാധ്യതയാണ്, എവിടെ വരെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്? പരാഗ്വേ പക്ഷേ ഗ്രൂപ്പിൽ 3ാം സ്ഥാനക്കാരാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ ജയേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയ്ക്ക് നാട്ടിലാണ് എന്നുള്ള അഡ്വാൻറ്റേജ് മാത്രമല്ല, അമേരിക്ക വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് വേൾഡ് കപ്പിലെ എന്നുള്ളത്. ഫുട്ബോളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂറോപ്യൻ ഫുട്ബോൾ കളിക്കുന്ന മാത്രമല്ല നല്ല പേസുള്ള ഗെയിമാണ് അവരുടേത്. നമ്മൾ ലോകകപ്പുകളിലൊക്കെ അവരുടെ കളി കണ്ടതാണ്. അപ്പം ഫിസിക്കലി അതെ, നല്ല ഫിസിക്കുള്ള ഗെയിമാണ്. തുർക്കി അതായത് പരാഗയുടെ എന്തെങ്കിലും മോശം കൊണ്ടല്ല, അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് ഈ 2 തുല്യ ശക്തികളോടാണ്. പരാഗ ഇവരെക്കാൾ ഒട്ടും പിന്നിലല്ല. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അഡ്വാൻറ്റേജ് മറ്റ് 2 ടീമുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഗുളറെ പോലുള്ള ഒരു താരത്തിൻ്റെ ഒരു സാന്നിധ്യം ആ ഗെയിം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് ഇവർ ഉണ്ടാകുമ്പോഴാണ്, കലനകളും ഗുളറും ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് ഗ്രൗണ്ടിൽ. ആ മാറ്റത്തെ മറികടക്കാൻ മാത്രം കെൽപ്പ് അല്ലെങ്കിൽ അവരുടെ ഡിഫൻസിന് സ്ട്രെങ്ത് ഉണ്ടോ? പരാഗയുടെ ഡിഫൻസിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസാണ്. കാരണം അവർക്ക് അവസാനം കളിച്ച 18-ൽ 8 മാച്ചിൽ അവർ ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഗോളുകൾ മാത്രമേ അവർ വഴങ്ങിയിട്ടുള്ളൂ. അത് അവർക്ക് വലിയ രീതിയിലുള്ള ഗുണമാണ്.
പക്ഷേ ആ മാച്ചിലെല്ലാം അതിൻ്റെ ഒരു പ്രശ്നം എന്തുള്ളത് ലാറ്റിൻ അമേരിക്കൻ ടീമുകളോടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ബ്രസീലിൻ്റെ ആണെങ്കിലും ഇപ്പോൾ അർജൻറ്റീനയുടെ ആണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പരാഗ്വേയുടേതാണെങ്കിലും എല്ലാം ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ ഡ്രോബാക്ക് ആയിട്ട് ഈ ലോകകപ്പിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ യൂറോപ്യൻ ടീമുകളോട് കളിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ളൊരു കാരണം യുഎഫ നാഷൻസ് ലീഗ് എന്നുള്ള ടൂർണമെൻറ്റ് തുടങ്ങിയതോടുകൂടെ ഈ ഫ്രണ്ട്ലി മാച്ചിനുള്ള അവസരം കുറഞ്ഞു. കാരണം ഇത്തരം ഫ്രണ്ട്ലി സമയങ്ങളിലെല്ലാം അവർ പരസ്പരം കളിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഡ്രോബാക്കാണ്. മറ്റ് ടീമുകൾക്ക് ഇവരുമായിട്ട് കളിച്ചും മാറ്റിവെക്കാനും അവസരം കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അർജൻറ്റീനയുടെ കാര്യം വരികയാണെങ്കിൽ പോലും അവർ ലോകകപ്പിന് ശേഷം ഒരു യൂറോപ്യൻ ടീമിനോട് കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ അവസരങ്ങളാണ്. 4 വർഷമായി ബ്രസീലിനും ഇതേ സമാനമായ കഴിഞ്ഞ തവണ ഫ്രാൻസിനോടും അതിനുശേഷം ക്രൊയേഷ്യയോടും അങ്ങാണ്ട ഒരു മത്സരമാണ് കളിച്ചത്. അത് മുൻപൊന്നും ഇതായിരുന്നില്ല സ്ഥിതി. പരസ്പരം പോരടിക്കാനുള്ള അവസരം കിട്ടുന്നില്ല, അവർക്ക് അവരെ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പരാഗ്വേക്കും ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്കെല്ലാം ഇത്തവണ സംഭവിക്കാൻ പോകുന്ന ഒരു വീഴ്ചയാണ്. കാരണം പെട്ടെന്ന് അവർ ലാറ്റിൻ അമേരിക്കൻ ടീമുകളോട് കളിച്ച് ശീലിച്ച് പെട്ടെന്ന് ഹൈ പേസുള്ള ടീമുകളോട് വരുമ്പോൾ അത് പെട്ടെന്ന് ഡിഫൻസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുർക്കിക്ക് ഒരു മുൻതൂക്കം കൊടുക്കാം. 1ാം സ്ഥാനക്കാരായിട്ട് അവർ പോകുന്നു. തൊട്ട് പിന്നാലെ പരാഗ്വയുണ്ട്. മറ്റ് സാധ്യതകൾ ഞാൻ അമേരിക്ക ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആവുമെന്ന് വിശ്വസിക്കുന്നു. തുർക്കി 2ാം സ്ഥാനത്ത് വരും. കമ്പ്യൂട്ടറിൻ്റെ കണക്ക് പ്രകാരവും അമേരിക്കയ്ക്കാണ് മുൻതൂക്കം. അതൊരു പക്ഷേ ഗാലറി 12ാമനായി കളിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിൻ്റെ ഒരു വിലയിരുത്തലിലേക്ക് പ്രതീക്ഷകളിലേക്കാണ് നമ്മൾ കടന്നത്. ടാക്ടിക്സിൽ ആദ്യ 4 ഗ്രൂപ്പുകൾ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയുള്ളത് ABCD ഗ്രൂപ്പുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി EFGH ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പിൻ്റെ താരങ്ങൾ, ടീമുകൾ, സാധ്യതകൾ അതുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.